ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. മൈഫിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരു ദിവാലി ആശംസകൾ നേരുന്നു. സുരേഷ് സാർ, ഹാപ്പി ദിവാലി. ഹാപ്പി മോർണിംഗ് ആൻഡ് ഹാപ്പി ദിവാലി ജാസ്മിൻ. സാർ, ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നോട്ടിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 25,926 എന്നുള്ള ഒരു ലെവലിലേക്ക് എത്താനായിട്ട് ആദ്യത്തെ മിനിറ്റുകളിൽ തന്നെ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലേക്ക് നോക്കുന്ന സമയത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ബൈങ് ഇൻട്രസ്റ്റ് കാണുന്നു. 26,000 എന്നുള്ള ഒരു നിർണായക ലെവൽ ഇന്ന് കഴിഞ്ഞ ഒരു പെർഫോമൻസ് ലാസ്റ്റ് വീക്കിലത്തെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഇയർ ഹൈ ആയിരുന്നു നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ 26,000 എന്നുള്ള ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളത് തന്നെയാണ് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിവാലി ദിനത്തിൽ ഏറ്റവും അധികം ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പയറി ഡേ കൂടിയാണ്. പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് റിലയൻസ് തന്നെയാണ് മാർക്കറ്റിനെ ലീഡ് ചെയ്യുന്നത്. 2% കൂടുതലുള്ള ഒരു മുന്നേറ്റം റിലയൻസ് ഇൻഡസ്ട്രീസ് ഈ മിനിറ്റിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അപ്പോളോ ഹോസ്പിറ്റൽസും സമാനമായിട്ടുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തുകയാണ്. ICICI ബാങ്കാണ് ക്വാർട്ടർലി റിസൾട്ടുകൾക്ക് ശേഷം ഇന്നൊരല്പം ലാഗ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. സർ, മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് ഇന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്? ജാസ്മിൻ, എല്ലാവർക്കും ഒരു ഹാപ്പി ദിവാലി. എല്ലാവർക്കും മാത്രമല്ല, അവരുടെ ഇഷ്ടപ്പെട്ടവർക്കും അവരുടെ വേണ്ടപ്പെട്ടവർക്കും നമ്മളൊരു ഹാപ്പി ദിവാലി നേരുന്നു എന്നുള്ളതാണ്. ആക്ച്വലി ഈ ദീപാവലി എന്ന് പറയുന്നത് ഈ ട്രയംഫ് ഓഫ് ഗുഡ് ഓവർ ഈവിൾ അല്ലേ, അതായത് ഈ ഇരുട്ട് മാറി വെളിച്ചം വരട്ടെ എന്നുള്ള രീതിയിലാണ് സാധാരണ ഈ ദിവാലിയെ നമ്മൾ കൺസിഡർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ദിവാലി എന്ന് പറയുന്നത് നമ്മൾ ഈ വീടുകളിലോ അല്ലെങ്കിൽ ഈ സ്ട്രീറ്റുകളിലോ മാത്രം ദിയ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ മനസ്സിലും വിളക്ക് കത്തിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മുടെ മനസ്സിലുള്ള ഇരുട്ടും മാറിപ്പോണം എന്നുള്ളതാണ് ആ കൺസെപ്റ്റ് പറയുന്നത് എന്നുള്ളത്. ഞാൻ ഈ ദീപാവലി ദിവസം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർത്തെടുക്കുന്നത് നമ്മുടെ എന്നും മലയാളത്തിൻ്റെ സ്വന്തം അഹങ്കാരമായിട്ടുള്ള നമ്മുടെ മമ്മൂട്ടി ആക്ടർ അല്ലേ, ഭരത് പത്മശ്രീ മമ്മൂട്ടി, നമ്മുടെ എല്ലാവരും മമ്മൂക്ക എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിരുന്നു. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ, ഈ ശത്രു സംഹാര പൂജ എന്ന് പറയുന്നത്, നമുക്ക് ഈ ഹിന്ദു കൾച്ചറിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ ഈ അമ്പലത്തിൽ. ഈ ശത്രു സംഹാര പൂജ എന്ന് പറയുന്നത് ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഉള്ളിലെ ശത്രുവിനെ നശിപ്പിക്കാനാണ് എന്ന് മമ്മൂക്ക ഇതേപോലെ മെൻഷൻ ചെയ്തിരുന്നു. അതേപോലെ ഈ ദീപാവലി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ആ ഒരു കറുപ്പ് മാറ്റി വെളിച്ചം പകരട്ടെ എന്നുള്ളതാണ്. അതായത് നോളജ് ട്രയംഫ്, നോളജ് ജയിക്കട്ടെ, ഇഗ്നറൻസിന് മുകളിൽ വിസ്ഡം ജയിക്കട്ടെ, ട്രൂത്ത് ജയിക്കട്ടെ, ലൈസ് തോക്കട്ടെ എന്നുള്ള ഒരു മെസ്സേജാണ് ശരിക്കും പറഞ്ഞാൽ ദീപാവലിക്ക് വരണ്ടേ എന്നുള്ളതാണ്. പിന്നെ നമ്മളെ പോലുള്ള വ്യക്തികൾ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങൾ വെച്ചാൽ, നമ്മൾ ഈ വലിയ ലോകത്ത് വളരെ ചെറിയ മനുഷ്യരാണ് അല്ലേ. നമ്മളെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു മിനിസ്ക്യൂൾ പോലും ഇല്ല നമ്മൾ ഈ ലോകത്ത് നിന്നുള്ള. അപ്പം നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഫാമിലിയെ നന്നായിട്ട് സ്നേഹിക്കുക, നമ്മുടെ അച്ഛനമ്മമാരെ നന്നായിട്ട് നോക്കുക, അവരെ ഒറ്റയ്ക്കിടാതിരിക്കുക, നമ്മുടെ നല്ല ബി ഇൻ ദ സർക്കിൾ ഓഫ് ഗുഡ് പീപ്പിൾ, നല്ല ആൾക്കാരുടെയും നല്ല ന്യൂസുകളുടെയും നല്ല വാർത്തകളുടെയും ഉള്ളിൽ നമ്മൾ നിൽക്കുക, മറ്റുള്ള നെഗറ്റീവ്സ് മാറ്റി നിർത്തുക, എൽഡേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുക, വിമനെ ഓണർ ചെയ്യുക എന്നൊക്കെയുള്ള ബേസിക് കാര്യങ്ങളായിട്ട് നമുക്കൊരു പുതിയ യുഗം, ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ ന്യൂ ഇയർ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്നേ ഉള്ളൂ. എല്ലാ പ്രേക്ഷകരെന്ന് മാത്രമല്ല അവരുടെ ഉറ്റവർക്കും ഉടയവർക്കും വേണ്ടി ഒരു ഹെൽത്തി, പ്രോസ്പെറസ് ആൻഡ് ഗുഡ് ലക്ക് ആസ് വെൽ ആസ് എ ക്ലാരിറ്റി നമ്മൾ പറയുന്നു. ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ബിസിനസ് ഭാഗങ്ങളിൽ ഞങ്ങൾ ചെയ്തിരുന്നു. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഞങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചേരുമ്പോൾ 1% മാത്രമേ ഉള്ളൂ. ബാക്കി നിങ്ങൾ തന്നെയാണ്. നിങ്ങളെ റിഫ്രഷ് ചെയ്ത്, നിങ്ങളെ സ്മാർട്ടാക്കി, റീഓർഗനൈസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരണ്ടേ എന്നുള്ളൊരു മെസ്സേജ് തന്നുകൊണ്ട് ഇന്നത്തെ ദീപാവലി ദിനം ഒരു കാര്യം കൂടെ ജാസ്മിൻ, അതായത് നമുക്ക് കേരളത്തിൽ നമ്മൾ ഇതാണ് ദീപാവലി ആഘോഷിക്കുന്നതെങ്കിലും ശരിക്കും പറഞ്ഞാൽ നാളെയും മറ്റന്നാളുമാണ് നോർത്ത് ഇന്ത്യയിൽ ദീപാവലി വരുന്നത്. അതുമല്ല മുഹൂർത്ത് ട്രേഡിംഗ് അല്ലെ, മുഹൂർത്ത് ട്രേഡിംഗ് നമുക്ക് നാളെയാണ്. എനിക്കൊന്ന് നാളെ 1 മണി മുതൽ 3 മണി വരെ ഞങ്ങൾ ലൈവായി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ദിവാലി സ്പെഷ്യൽ പ്രോഗ്രാം ഞങ്ങളുടെ പ്രോമോസ് റൺ ചെയ്തു തുടങ്ങി. ഞങ്ങൾക്ക് എമിനൻ്റ് ആയിട്ടുള്ള ഗസ്റ്റുകളുണ്ട്. വളരെ വൈഡ് രീതിയിലുള്ള വളരെ വലിയ പദ്ധതിയുമായിട്ടാണ് മൈഫിൻ ഇപ്രാവശ്യം വരുന്നത് എന്നുള്ളതാണ്. മറ്റന്നാൾ നമുക്ക് മാർക്കറ്റ് ഇല്ല, അതുകൊണ്ട് നമ്മൾ ഹോളിഡേയും ആണ്. അത് കഴിഞ്ഞ് നമ്മൾ വ്യാഴാഴ്ച നമ്മൾ തിരിച്ച് കാണാം എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഹാൻഡ് ഓവർ ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഈസ് ഇൻ ഗ്രേറ്റ് ചിയർ അല്ലേ. നമുക്ക് എന്താണ് ഒരു ദീപാവലിക്ക് ആവശ്യമുള്ളത്, അതേപോലെ ഐഡിയൽ ആയിട്ടുള്ള ദീപാവലി നമുക്ക് മുന്നിൽ മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച തന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഫ്രൈഡേയുടെ ഒരു ഹാൻഡ് ഓവർ, അതായത് US നിന്ന്
വാൾ സ്ട്രീറ്റിൽ നിന്ന് എന്ത് ഹാൻഡ് ഓവറാണ് നമുക്ക് കിട്ടി എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് എന്നത്തെയും പോലെ നമ്മുടെ കസ്റ്റമറി രീതിയിൽ തന്നെ ഈ ദിവാലി ദിനത്തിലും നമുക്ക് ഹാൻഡ് ഓവറിൽ കൂടെ നമുക്കൊന്ന് തുടങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ. US മാർക്കറ്റ് ഫ്രൈഡേ നമ്മൾ കണ്ടത് ഒരു റിക്കവറി മോഡ് ആയിരുന്നു എന്നുള്ള. വാൾ സ്ട്രീറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് 0.52% അപ്പായിരുന്നു, S&P 500 0.53% അപ്പായിരുന്നു, നാസ്ഡാക്കും 0.52% അപ്പായിരുന്നു. അതായത് ഈ പൊതുവേ നമുക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആ അതായത് US ട്രഷറിയും കൂടെ ഞാൻ ചേർത്ത് വെച്ച് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ റീജിയണൽ ബാങ്ക്സിലെ ഒരു ചെറിയൊരു ക്രെഡിറ്റ് ഇഷ്യൂ അല്ലെ, കുറച്ചൊരു ബാഡ് ലോണിന്റെ ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് കാരണം തന്നെ വ്യാഴാഴ്ചയും ബുധനാഴ്ചയും US മാർക്കറ്റ് അത്ര ഒരു സുഖകരമായിട്ടുള്ള രീതിയിലല്ല. എന്നാൽ വെള്ളിയാഴ്ച വന്നിരിക്കുന്ന പല റീജിയണൽ ബാങ്കിന്റെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ മറ്റുള്ള ബാങ്കിന് കുഴപ്പമില്ല. 2 ബാങ്കിലാണ്, റീജിയണൽ ബാങ്കിലാണ് ഫ്രോഡ് നടന്നതെന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രെഡിറ്റ് എന്ന് പറയുന്ന ആ ഒരു റിസ്ക് വലിയ രീതിയിൽ റീജിയണൽ ബാങ്ക്സിനെ അഫക്റ്റ് ചെയ്തില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ ആയിരിക്കണം US മാർക്കറ്റ് വെള്ളിയാഴ്ച നല്ല ചിയർ ചെയ്ത് പോയെന്നുള്ള. നമ്മൾ ട്രഷറി ഈൽഡും നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്ത്, അതായത് വീണ്ടും ആ ക്രെഡിറ്റ് ക്രൈസിസ് ഇല്ല എന്നുള്ളൊരു അറിവ് കൊണ്ടായിരിക്കാം 10-year ബോണ്ട് ഈൽഡ് ഏതാണ്ട് 4% ആയി, ഒരിടയ്ക്ക് 4-ന് താഴെ വന്നതാണത്, 4% ആയി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ പ്രഷ്യസ് മെറ്റൽ ഈ ഗോൾഡും സിൽവറും, ആ ഗോൾഡും സിൽവറും അവരുടെ പീക്കിൽ നിന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ട് ഇറങ്ങിയെങ്കിൽ പോലും ഗോൾഡ് ഇപ്പോഴും ഈ പറയുന്ന പോലെ ഏതാണ്ട് ആ നിയർ ടൈം ഹൈ, അതായത് $4,250 പെർ ട്രോയ് ഔൺസിന്റെ ആ ചുറ്റുവട്ടത്ത് തന്നെ അത് ട്രേഡ് ചെയ്യണം. അപ്പോൾ നിയർ ടു ഓൾ ടൈം ഹൈ എന്നുള്ള രീതിയിൽ തന്നെ വലിയൊരു മാസീവ് ആയിട്ടുള്ള ഒരു കറക്ഷൻ ഒന്നും ഗോൾഡിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ലോകത്ത് നമുക്കറിയാലോ ഗോൾഡിൽ നടക്കുന്ന ഡിസ്കഷൻ എന്ന് വെച്ചാൽ ഗോൾഡ് ഓവർ വാല്യൂഡ് ടെറിട്ടറിയിലാണോ ബബിൾ ആണോ എന്നുള്ളൊക്കെയുള്ള ഡിസ്കഷൻ ഒരു വശത്ത് നടത്തുന്നു. അത് ഏതായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമില്ല. കാര്യം അത് നടന്നോട്ടെ. മാർക്കറ്റ് ഫോഴ്സസ് അല്ലെങ്കിൽ മാർക്കറ്റ് ഡൈനാമിക്സ് അതിൻ്റെതായ പ്രൈസ് ഡിസ്കവറി മെക്കാനിസം ഓരോ അസറ്റ് ക്ലാസ്സിലും കൊണ്ടുവരട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇപ്പോൾ നമ്മൾ ഗോൾഡ് മാത്രം പറയേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ US മാർക്കറ്റിൽ നമ്മൾ ഈ നാസ്ഡാക്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കേപ്പബിലിറ്റി ഉള്ള സ്റ്റോക്കുകളും ആ സെക്ടറുകളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 8-9 S&P 500 സ്റ്റോക്സ് ഒക്കെ വളരെ ഓവർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു ടെറിട്ടറി തന്നെയാണ്. അവിടെയും ഒരു ഡിസ്കഷനും ഡിബേറ്റും ഉണ്ട്. ഈ AI കേപ്പബിലിറ്റീസ് ഉള്ള സ്റ്റോക്സ് ലൈക്ക് NVIDIA, Intel, AMD, ആപ്പിൾ, ടെസ്ല ഇതേപോലുള്ള സ്റ്റോക്കുകളും ബബിൾ ടെറിട്ടറിയിലാണോ എന്നുള്ള. അപ്പോൾ ഗോൾഡും US-ലെ ചില സെറ്റ് ഓഫ് സ്റ്റോക്സും ഒരു ബബിൾ ടെറിട്ടറിയിലാണെന്നുള്ള ഡിബേറ്റ് ലോകമെമ്പാടും നടക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അത് വെറും ഒരു ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് മാത്രമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടേതായ ഡൊമസ്റ്റിക് റീസൺസും ചെറിയ ചെറിയ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സും എക്സ്റ്റേണൽ റീസൺസും ഫാക്ടേഴ്സും ആയിരിക്കും നമ്മളെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകണേ എന്നുള്ളതാണ്. US-ൽ നോ കിങ്സ് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വീക്കെൻഡ് ട്രംപിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷനോ അല്ലെങ്കിൽ ട്രംപിൻ്റെ ഈ പുതിയ ടാരിഫ് നിയമങ്ങൾക്കും എതിരായിട്ട് ഈ പറയുന്ന പോലെ ഒരു ഗ്രോയിങ് കൺസേൺ വരുന്നുണ്ട്. പല സ്ഥലത്തും US-ൽ പല ഡെമോൺസ്ട്രേഷൻ നടന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല കേട്ടോ, വേറൊരു കാര്യം കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് US-ൻ്റെ നയങ്ങളിൽ ഒരു ചെറിയൊരു അയവ് വരുന്നുണ്ട്. ഇപ്പോൾ ട്രംപിൻ്റെ കാര്യങ്ങൾ തന്നെ നോക്കുകയാണെങ്കിൽ ലാർജറായിട്ടുള്ള കാര്യങ്ങൾ ടാരിഫ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഓരോ കൺട്രി ആയിട്ട് ഈ ടാരിഫ് ഡീല് സൈൻ ചെയ്യാൻ നേരത്ത് പല പ്രോഡക്ട്സിനും ഇളവുകൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കാര്യം ഇപ്പോൾ ഗ്രോയിങ് കൺസേൺ US-ൽ എന്താണെന്നറിയോ, US-ൽ മാനുഫാക്ചർ ചെയ്യാത്ത ഗുഡ്സ്, അതായത് US-ന് യാതൊരു രീതിയിലും കൺട്രോൾ ഇല്ലാത്ത ഗുഡ്സിൻ്റെ കാര്യത്തിലെങ്കിലും US ടാരിഫ് ഭയങ്കരമായിട്ട് കുറയ്ക്കണമെന്ന് US സിറ്റിസൺസിലെ നല്ലൊരു വിഭാഗം ആൾക്കാർ തന്നെ പറയുന്നു എന്നുള്ള. അപ്പോൾ നോ കിങ്സ് പ്രൊട്ടസ്റ്റിലെ സ്പീച്ചൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ആ ഒരു വഴിക്കാണ് അതിനകത്ത് നടക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ട്രംപ് പറഞ്ഞു ചൈനയ്ക്കെതിരായിട്ടുള്ള 100% ടാരിഫ് എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളതോടെ പറഞ്ഞു. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ മാർക്കറ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ എക്കണോമി അല്ലെങ്കിൽ എക്കണോമിസ്റ്റുകൾ എടുത്തിരിക്കുന്നത് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ ഒരു അയവ് വന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണെന്നുള്ള. ട്രേഡ് സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ചൈനീസ് ഒഫീഷ്യൽസായിട്ട് നെക്സ്റ്റ് വീക്ക് മീറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് ഏർലി നവംബറിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ളൊരു മീറ്റ് നടക്കുമെന്ന് പറയപ്പെടുന്നു. അതിന് മുന്നോടിയായിട്ട് തോന്നുന്നു സ്കോട്ട് ബെസന്റിൻ്റെ ഈ ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 2 വീക്ക് നമ്മൾ എന്നാണോ നമ്മൾ പറഞ്ഞത് ടു മച്ച് ഓഫ് നെഗറ്റീവ്സ് ക്യാൻ ബി ഗുഡ് ഫോർ മാർക്കറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ അന്ന് മുതൽ തന്നെ ഏതാണ്ട് മാർക്കറ്റിൽ നിഫ്റ്റി ഏതാണ്ട് 5% അപ്പാണ്. ആ 2 ആഴ്ച നിഫ്റ്റി ബാങ്ക് 7% അപ്പാണ്. മിഡ് ക്യാപ് കാറ്റഗറിയിലും 5.5% അപ്പായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ലാർജ് IT കമ്പനീസ്, ഇന്ത്യയെ സംബന്ധിച്ചൊരു നല്ലൊരു കാര്യം വെച്ചാൽ ഈ അവരുടെ ഏർണിങ്സ്, പല ലാർജ് IT കമ്പനീസിൻ്റെയും ഏർണിങ്സ് പുറത്തു വന്നു അല്ലെങ്കിൽ റിസൾട്ട്സ് പുറത്തു വന്നു. അത് ലാർജ്ലി ഇൻ ലൈൻ വിത്ത് എക്സ്പെക്ടേഷൻസ് അനുസരിച്ചാണ്. അല്ലെങ്കിൽ ചില റിസൾട്ട്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ മാർജിനലി എക്സ്പെക്ടേഷനേക്കാളും ബെറ്റർ ആയിരുന്നു എന്നുള്ളൂ. അപ്പോൾ IT കമ്പനി സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ
ഒരുപാട് നെഗറ്റീവ് ഇനി വരുന്നില്ല. അതായത് ഇതെല്ലാം ഡൈജസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ട് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഒരു ഐ ടി സെക്ടർ സ്റ്റോക്കും ഐ ടി സെക്ടറിലെ സ്റ്റോക്സും ഒന്ന് കാണിക്കുന്നത്. അതായത് നമുക്ക് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം, സാധാരണ പറയും, ഇറ്റ് ഈസ് ഡൗൺ ബട്ട് നോട്ട് ഔട്ട് എന്നുള്ള രീതിയിലാണ് അത് നിൽക്കുന്നത് എന്നുള്ളത്. പിന്നെ ഫിനാൻഷ്യൽസും ബാങ്ക്സും ബാങ്ക് നിഫ്റ്റിയൊക്കെ ദേ ആർ ഡൂയിങ് റിയലി വെൽ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ICICI ബാങ്കും ഇൻഡസിൻ ബാങ്കും ചെറുതായിട്ടൊന്ന് ഡൗൺ ആണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ ഈ ഷോർട്ട് കവറിങ് റാലി ഒന്ന് സഹായിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ FII സീംസ് ടു ബി കമ്മിങ് ബാക്ക്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഹെഡ്ലൈൻ ന്യൂസ്. അതായത് FIIs ഇത്രയും നാളായിട്ട് സെല്ലേഴ്സ് ആയിരുന്ന FIIs തിരിച്ച് ബയേഴ്സായിട്ട് മാറി. അതായത് അവർ ഷോർട്ട് കവറിങ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഞാനിപ്പോൾ നോക്കുമ്പോൾ എൻ്റെ ഇരിക്കുന്ന ഡേറ്റ് എന്താണ്, സെപ്റ്റംബർ 30, അതായത് ഈ സീരീസിൻ്റെ തുടക്കം സെപ്റ്റംബർ 30 നിഫ്റ്റി 24,611 ആയിരുന്നു. ആ സമയത്ത് നിഫ്റ്റിയിൽ FIIസിൻ്റെ ഷോർട്ട് എന്ന് പറയുന്നത് 94%. അതായത് 94% ഓഫ് FIIs വെർ നെഗറ്റീവ് ഇൻ ഇന്ത്യൻ മാർക്കറ്റ്സ് എന്നാണ്. ബട്ട് ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഒക്ടോബർ 17 വെള്ളിയാഴ്ച നോക്കുകയാണെങ്കിൽ 25,710 എന്നുള്ള രീതിയിലേക്ക് മാർക്കറ്റിൽ ഒരു റാലിയും വന്നു. FIIസിൻ്റെ ഷോർട്ട് 94% 83 ആയിട്ട് തുടങ്ങി 83 ആയിട്ട് കുറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് FIIs പലരും അവരുടെ ഷോർട്ട് കവർ ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം. ഈ പറയുന്ന പോലെ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, മാർക്കറ്റ് കയറണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഷോർട്ട് വേണം. അതായത് നെഗറ്റീവ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിനെ പോസിറ്റീവ് ആക്കുന്നത്. ടു മച്ച് ഓഫ് നെഗറ്റീവ് ക്യാൻ ബി പോസിറ്റീവ് ഫോർ മാർക്കറ്റ്സ് എന്ന് നമ്മൾ പൊതുവേ ഇൻവെസ്റ്റിംഗ് ടേംസിൽ സാധാരണ പറയാറുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവ് വരും, ഒരുപാട് കാര്യങ്ങൾ ഷോർട്ട് ആവും. FIIs ഷോർട്ട് ആവും. അതായത് FII ഷോർട്ട് ആവുമെന്ന് കഴിഞ്ഞാൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് മണി ഷോർട്ട് ആവും എന്ന് പറയുമ്പോൾ ആ സമയത്ത് മാർക്കറ്റിൽ എവിടെന്നെങ്കിലും ഒരു ബൈ, അത് റീറ്റെയിലേഴ്സിൻ്റെ ആയിക്കോട്ടെ, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഷോർട്ട് അല്ലാത്ത FIയിൽ കൂടാതെ വേറെ ഏതെങ്കിലും FI പുതിയതായിട്ട് വന്ന് മേടിക്കുകയാണെങ്കിൽ ഈ ഷോർട്ട് ആയിരിക്കുന്ന FIs പെട്ടെന്ന് മാർക്കറ്റിൽ കവർ ചെയ്യും. അവരുടെ ഷോർട്ട് കവർ ചെയ്ത് അവരുടെ പൊസിഷൻസ് അൺവൈൻഡ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഒരു ഷോർട്ട് കവറിങ് റാലി ഇന്ത്യൻ മാർക്കറ്റിൽ നടക്കുന്നത്. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അത് നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഫ്രൈഡേ സെഷൻ ഞാൻ നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിഫ്റ്റി മൂഡ് അപ്പ് ബൈ 0.49% അപ്പായിരുന്നു. അതായത് 124 പോയിന്റ് അപ്പായിരുന്നു എന്നാണ്. ഒരു വേർഡ് ഓഫ് കോഷൻ എനിക്കൊന്ന് ജസ്റ്റ് പറയണമെന്നുണ്ട്. ദീപാവലി ദിവസം ഒരു നെഗറ്റീവ് പറയുകയാണെന്നുള്ള രീതിയിൽ വിചാരിക്കേണ്ട. കോഷൻ പറയുക എന്നുള്ളതാണ് പോസിറ്റിവിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത്, നമ്മൾ ഇൻവെസ്റ്റിംഗ് ടേംസിൽ പറയുന്നുണ്ട്, എവറി മണി സേവ്ഡ് is every money earned. Sometimes your best decisions are not doing anything. അല്ലേ, ഈ ഒന്നും ചെയ്യാത്തതായിരിക്കും ചില സമയത്ത് ഏറ്റവും നല്ല ഡിസിഷൻ എന്ന് പറയും പോലെ ഇന്ത്യൻ വിക്സ്, അതായത് ഇന്ത്യയുടെ വോളറ്റിലിറ്റി ഇൻഡെക്സ് ഏതാണ്ട് 6.99% കയറി 11.63% ആയിരിക്കുന്നു എന്നുള്ള. അപ്പം മാർക്കറ്റിൽ നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റിക്ക് നല്ലൊരു പുൾ ബാക്ക് റാലി നടന്നു. FIIസിന്റെ ഷോർട്ട് കുറഞ്ഞു, ഒരു 94% നിന്ന് 84 കുറഞ്ഞു. പഴയ പോലെ ഷോർട്ട്സ് മാർക്കറ്റിലില്ല. എന്നാൽ വോളറ്റിലിറ്റി ഇൻഡെക്സ് നന്നായിട്ട് കയറി 11.63 ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ചെരുവുകളൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മാർക്കറ്റിൽ നെഗറ്റീവ് ആവാനല്ല പറയുന്നത്, ഒന്ന് മാർക്കറ്റിൽ ഒന്ന് കോഷ്യസ് ആയിട്ട് ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇവിടുന്ന് റിലയൻസിന്റെ, ഇപ്പൊ ഇന്ന് റിലയൻസ് ഏറ്റവും വലിയ ടോപ്പ് ഗെയിനർ ആണെന്ന് തോന്നുന്നു അല്ലേ, 1455 നമ്മൾ പറഞ്ഞല്ലോ. ഇവിടുന്ന് മാർക്കറ്റ് ടേൺ അറൗണ്ട് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് ലീഡർ ആയിട്ടുള്ള റിലയൻസ് ആ റിലയൻസ് പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഒരു നല്ല റിസൾട്ട് റിലയൻസിന് കിട്ടി എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യം. റിലയൻസ് ഒരു ലീഡ് എടുത്തു ഇന്ന് മാർക്കറ്റിൽ. അത് എത്രത്തോളം മാർക്കറ്റിൽ മുന്നോട്ട് നയിക്കും എന്നുള്ളത് നമുക്ക് നോക്കണം. ചിലപ്പോൾ റിലയൻസ് നന്നായിട്ട് പോകണമെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമായിട്ട് ചിലപ്പോൾ മാർക്കറ്റ് എല്ലാ ഫണ്ടമെന്റൽസും എല്ലാ ടെക്നിക്കൽസും ഈ ഷോർട്ടും ഈ വോളറ്റിലിറ്റി ഇൻഡെക്സിനൊക്കെ കവർ ചെയ്ത് ചിലപ്പോൾ മാർക്കറ്റിൽ പോയിക്കോളാം. ഞാൻ രണ്ട് സൈഡും രണ്ട് വശവും പറഞ്ഞു വയ്ക്കുക എന്നുള്ളതാണല്ലോ ദിവാലി പോലുള്ള ഓസ്പീഷ്യസ് ആയിട്ടുള്ള ദിവസം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ RBL ബാങ്കിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച കംപ്ലീറ്റ് 3-4 ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഈ പറയുന്ന പോലെ എന്താ, RBL ബാങ്ക് ഒന്ന് വാച്ച് ചെയ്യണം, അതിനകത്ത് F&O ബാനിൽ നിന്നൊക്കെ വരുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതായത് ഇറ്റ് ഈസ് റെയിനിങ് ഡീൽസ് ഇൻ ദ ഇന്ത്യൻ ബാങ്കിങ് സെക്ടർ. അതായത് ഇന്ത്യൻ ബാങ്കിങ് അല്ലെങ്കിൽ NBFC സെക്ടറിൽ ഒരുപാട് ഡീൽസ് വരുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. അതായത് നമുക്ക് ഇതിനു മുമ്പേ നമുക്കറിയാം SMBC, സുമിമോട്ടോ മിറ്റ്സുയി ബാങ്ക് അല്ലെ, സുമിറ്റോമോ മിറ്റ്സുയി ബാങ്ക് കോർപ്പറേഷൻ, ബാങ്കിങ് കോർപ്പറേഷൻ യെസ് ബാങ്ക് ആയിട്ടുള്ള ഒരു ഡീല് വന്നു. അത് കഴിഞ്ഞ് അബുദാബി IHC ഇന്റർനാഷണൽ ഹോൾഡിംഗ് അല്ലെ, ഇന്റർനാഷണൽ ഹോൾഡിംഗ് കമ്പനി DJSC ഒരു സമ്മാൻ ക്യാപിറ്റൽ ആയിട്ടുള്ള ഒരു ഡീലും ആ ഒരു ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയിൽ വന്നു. മണപ്പുറം ബെയിൻ ക്യാപിറ്റൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ വന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഒരു റൂമർ ഉണ്ട്, അതായത് ഈ ശ്രീറാം ഫിനാൻസും ഒരു സ്റ്റേക്ക് സെയിലിന് ശ്രമിക്കുന്നു. അതായത് ജപ്പാൻ ബേസ്ഡ് മിറ്റ്സുബിഷി UFJ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ MUFJ ഒരു ഡീൽ ഉണ്ട് എന്നുള്ള റൂമറാണ്, നമുക്ക് അറിയില്ല എന്ന് മാത്രം.
നമ്മൾ RBL ബാങ്ക് വാച്ച് ചെയ്യാനായിട്ട് 2-3 ദിവസങ്ങളായിട്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഇപ്പൊ RBL ബാങ്കിലെ ഒരു ഡീല് ഈ വീക്കെൻഡിൽ ഒരു ന്യൂസ് ആയിട്ട് വന്നു എന്നുള്ളതാണ്. അതായത് NBD ദുബായ് അല്ലെ, UAE ദുബായ് ബേസ്ഡ്, അതായത് UAE-യിലെ സെക്കൻഡ് ലാർജസ്റ്റ് ബാങ്ക് അല്ലെ, സെക്കൻഡ് ലാർജസ്റ്റ് ബാങ്ക്, അതായത് എനിക്കൊരു ഫസ്റ്റ് അബുദാബി ബാങ്ക് ആണെന്നാണ് അവിടുത്തെ ഏറ്റവും ലാർജസ്റ്റ്. അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ഗ്രൂപ്പാണ് ഈ NBD ദുബായ് എന്ന് പറയുന്നത്. സോ ദേ ആർ അക്വയറിംഗ് എ കൺട്രോളിംഗ് സ്റ്റേക്ക് ഇൻ RBL ബാങ്ക് for a stake amount of 26,850 crores. 60% stake അല്ലേ? 60% stake. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഇനിഷ്യൽ അവരുടെ സ്റ്റേക്ക് ബൈ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ഓപ്പൺ ഓഫർ ട്രിഗർ ചെയ്യുന്നു. ഓപ്പൺ ഓഫർ ട്രിഗർ ചെയ്യുമ്പോൾ മറ്റുള്ള ഷെയർ ഹോൾഡേഴ്സിനും, നമ്മളെ പോലത്തെ റീറ്റെയിൽ ഷെയർ ഹോൾഡേഴ്സിനും മറ്റുള്ള ഷെയർ ഹോൾഡേഴ്സിനും ഈ NBD വന്ന് എടുക്കുന്നതിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഷെയർസ് ടെൻഡർ ചെയ്ത് ഓപ്പൺ ഓഫറിൽ കൂടി ഈ ബൈ ചെയ്യുന്ന NBD UAE-ക്ക് കൊടുക്കാം. ഇല്ല NBD UAE വരുമ്പോൾ കമ്പനി നന്നാവും എന്നാണ് പ്രതീക്ഷിക്കണമെങ്കിൽ നമ്മൾ ടെൻഡറിങ്ങും ചെയ്യണ്ട എന്നുള്ളതാണ്. സ്റ്റോക്ക് 52 വീക്ക് ഹൈ ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ RBL ബാങ്കിന്റെ ഈ NBD UAE ആയിട്ടുള്ള ഡീലില് ശരിക്കും പറഞ്ഞാൽ ഈ എമിറേറ്റ്സ് NBDയുടെ ഈ ദുബായ്ക്ക് വെളിയിലുള്ള ഏറ്റവും വലിയ ലാർജസ്റ്റ് സബ്സിഡറി ആയിട്ട് RBL ബാങ്ക് മാറും എന്നുള്ളതാണ്. അത് മാത്രമല്ല ഈ ഡീലിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. അതായത് ലാർജസ്റ്റ് എവർ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എൻ ഇന്ത്യൻ ഫിനാൻഷ്യൽ സർവീസസ് കമ്പനി. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അത് മാത്രമല്ല ലാർജസ്റ്റ് എവർ ഇക്വിറ്റി ഫണ്ട് റൈസിംഗ് ഇൻ ഇന്ത്യൻ ബാങ്കിങ് സെക്ടർ. ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിലെ ഏറ്റവും വലിയ ഇക്വിറ്റി ഫണ്ട് റൈസിംഗ് ആണ്. ലാർജസ്റ്റ് ഫണ്ട് റൈസിംഗ് വയ പ്രിഫറൻഷ്യൽ ഇഷ്യൂ ബൈ എ ലിസ്റ്റഡ് കമ്പനി ഇൻ ഇന്ത്യ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇതിന് വരുന്നുണ്ടെന്നുള്ള. അത് മാത്രമല്ല ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് അക്വിസിഷൻ ഓഫ് മെജോറിറ്റി ഇൻട്രസ്റ്റ് ഇൻ എ പ്രോഫിറ്റബിൾ ഇന്ത്യൻ ബാങ്ക് ബൈ എ ഫോറിൻ ബാങ്ക്. അതായത് ഫോറിൻ ബാങ്ക് സാധാരണ ഇവിടെ വന്ന് എടുക്കുന്നത് പൊട്ടിപ്പൊളിഞ്ഞ ബാങ്കുകൾ അല്ലെങ്കിൽ ലോസിലായിട്ടുള്ള ബാങ്കുകൾ. ഇത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബാങ്കിനെ എടുക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയും കൂടെ അതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇതിനകത്ത് RBL ബാങ്ക് വാച്ച് ചെയ്യണം എന്ന് പറയുന്ന അതേ സെസ്റ്റോട് കൂടി ഞാൻ പറയുന്ന വേറൊരു കാര്യമുണ്ട്. നമുക്ക് ഫെഡറൽ ബാങ്കിന്റെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മൂവ്മെന്റ് കൂടെ ശ്രദ്ധിക്കണം. അതായത് ഈ കൂടുതൽ ലാർജർ NRI ക്ലയന്റ് ബേസ് ഉണ്ടല്ലോ ഈ ഗൾഫിലും പ്രത്യേകിച്ച് UAE-ലും, അവിടെ നിന്നുള്ള അക്കൗണ്ട് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഈ NRIസിനെ കൂടുതലും കയ്യിൽ വെച്ചിരിക്കുന്നത് ഈ ഫെഡറൽ ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും. കാര്യം ഒരു മലയാളി കണക്ഷൻ എന്നും ഗൾഫായിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ NBD RBL-ന് എടുക്കുമ്പോൾ എങ്ങനെയാണ് ഈ ബാങ്കുകളുടെ ഒരു രീതി എന്നുള്ളത് നമുക്കൊന്ന് നോക്കേണ്ടിയായിരിക്കണം. പിന്നെ ഈ ദിസ് ദന്തേര നമ്മൾ നോക്കുകയാണെങ്കിൽ ഓട്ടോ സെയിൽസ് ഈസ് ഗോയിങ് ത്രൂ റൂഫ് എന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ. അതായത് എസ്പെഷ്യലി ആഫ്റ്റർ GST റിഡക്ഷൻ മാത്രമല്ല അതിന് മുമ്പായിട്ട് 2 ഈവൻറ്റ് നടന്നു. നമുക്കറിയാം 12 ലക്ഷം രൂപ വരെയുള്ള ഇൻകം ടാക്സിൻ്റെ ഒരു കട്ട് കടന്നിരിക്കുന്നു. RBI ആണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് ജനങ്ങളുടെ കയ്യിലേക്ക് കൂടുതൽ കാശ് കൊടുത്തിരിക്കുന്നു എന്നുള്ള. ഇതൊക്കെ ബേസ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 22 അന്നാണല്ലോ GST ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അതായത് നവരാത്രിയുടെ സ്റ്റാർട്ട് ഡേ. അന്ന് മുതൽ ഒക്ടോബർ 18 നമ്മൾ പറയുന്ന ഈ ധന്തേര സമയം വരെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ മാരുതി സുസുക്കി ഏതാണ്ട് 3.4 ലക്ഷം വെഹിക്കിൾസ് ഡെലിവറി ചെയ്തു എന്നുള്ളതാണ്. അതായത് 50% ഇൻക്രീസാണ് കഴിഞ്ഞ കൊല്ലത്തിനേക്കാൾ നടന്നതെന്നുള്ള. സുസുക്കി എനിക്ക് തോന്നുന്നു പാസ്റ്റ് മന്ത് മാത്രം ലാസ്റ്റ് ഒരു മാസം മാത്രം അവർക്ക് 4.5 lakh ബുക്കിംഗ് കിട്ടിയെന്നാണ് അവർ പറഞ്ഞേക്കണേന്നുള്ളത്. അതിൽ 94,000 കാർസും ഈ ചെറിയ കാറ്റഗറിയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇൻഡസ്ട്രി സോഴ്സസ് പറയണമെന്നറിയാം ലാസ്റ്റ് 24 hours ഡെലിവറി എന്ന് പറഞ്ഞാൽ 1 ലക്ഷം വണ്ടികൾ യൂണിറ്റാണ് ഡെലിവറി ചെയ്തതെന്നുള്ള കാര്യം. ഈ ധന്തേരയ്ക്ക് ഒരു ഓസ്പീഷ്യസ് പീരീഡ് ഉണ്ട്. അതിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സാറ്റർഡേ 12:18 PM മുതൽ നെക്സ്റ്റ് ഡേ സൺഡേ 1:51 PM. ഈ സമയത്താണ് ആ ശുഭമുഹൂർത്തം. ആ ശുഭമുഹൂർത്തത്തിനാണ് കൂടുതൽ വണ്ടി ഡെലിവറി ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രി സോഴ്സസ് പറയുന്നത് ഏതായാലും 8,000 തൊട്ട് 10,000 കോടിയുടെ വരെ സെയിൽസ് ഈ സീസണിൽ നടന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 8.5 മുതൽ 10 ലക്ഷമാണ് കാറിൻ്റെ കാറ്റഗറി വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഒരു ആലോചിച്ച് ഈ ധന്തേര സെയിൽസ് മാത്രമായിട്ട് മാരുതി സുസുക്കി 51,000 യൂണിറ്റ്, ഹ്യുണ്ടായി 14,000 യൂണിറ്റ്, ടാറ്റ മോട്ടോഴ്സ് 25,000 യൂണിറ്റ്. സോ ഇറ്റ് ഹാസ് ബീൻ എ ബമ്പർ സെയിൽസ് എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഒരു GST ഭാഗത്തു നിന്നുള്ള ഒരു നല്ല ന്യൂസ്. പിന്നെ അതൊരു നെഗറ്റീവ് ന്യൂസ് എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും വീണ്ടും ഒരു ആംഗിളിൽ കൂടെ നോക്കുകയാണെങ്കിൽ നല്ല ന്യൂസാണ്. അതായത് ഈ ടോപ്പ് 6 കമ്പനീസ് ഉണ്ടല്ലോ, ടോപ്പ് 6 IT കമ്പനീസ്, TCS മാറ്റി വെച്ചിട്ട് ടോപ്പ് 6 IT കമ്പനീസ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഹെഡ് കൗണ്ട് ഇൻക്രീസ് ചെയ്തു. കൂടുതൽ ആൾക്കാരെ എടുത്തു. 20,000 ജോബ്സ് എങ്ങാണ്ട് ആയിന്നോ അല്ലെങ്കിൽ 944 ജോബ്സ് ആഡ് ചെയ്യുന്നോ ഒക്കെ ഉള്ളൊരു ന്യൂസ് ശരിക്കും നമ്മുടെ മുന്നിൽ പാസ് ഓൺ ചെയ്ത് പോയിട്ടുണ്ട്. എനിക്കത് വെരിഫൈ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയിട്ടില്ല. ബട്ട് ടോപ്പ് 6 കമ്പനീസ്, അതായത് നമ്മളിപ്പോൾ പറയുന്ന പോലെ എന്താ ഇൻഫോസിസ്, വിപ്രോ, HCL ടെക് മഹീന്ദ്ര എന്നിങ്ങനെയുള്ള ലീഡിംഗ് കമ്പനികൾ എക്സെപ്റ്റ് TCS. അതിനകത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. TCS മാറ്റി വെച്ചാൽ ബാക്കി എല്ലാവരും ഹെഡ് കൗണ്ട് ഇൻക്രീസ് ചെയ്തു എന്നുള്ള. ഈ TCSനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ പറയുന്നത് നമ്മൾ
ഇന്ന് ഉച്ചയ്ക്ക് 2:30 നമ്മുടെ മൈഫിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഇന്ന് പുറത്തിറങ്ങുന്നുണ്ട് എന്നുള്ളത്. അതായത് ടാറ്റ മാനേജ്മെന്റിനെ കുറിച്ചാണ്. ടാറ്റ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ടാറ്റ മാനേജ്മെന്റ്, ടാറ്റ ഫാമിലി, ടാറ്റ സൺസ്, ടാറ്റ ട്രസ്റ്റ്, അതിനുൾപ്പെടുന്ന ഒരു ചെറിയൊരു കമ്പനി TCS കൂടെ ചേർത്ത് വെച്ച് നമ്മൾ സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. ഇത് ടാറ്റയുടെ ഒരു മറുവശം നമ്മൾ തുറന്നു കാട്ടുന്നു. നമ്മുടെ എല്ലാ പ്രേക്ഷകരുടെ പറയുന്നു, ഞങ്ങൾ ടാറ്റ സ്റ്റോക്കിനോ ടാറ്റ ഗ്രൂപ്പിനോടോ നെഗറ്റീവ് അല്ല, ഞങ്ങൾ അവർ മോശമാണെന്ന് അവകാശപ്പെടുന്നില്ല. എന്നാൽ ഞങ്ങൾ ഈ പറയുന്ന ആംഗിളിൽ കൂടെ ഞങ്ങളുടെ റിസർച്ച് ഡെസ്ക് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ടാറ്റയ്ക്ക് മറ്റൊരു മുഖമുണ്ട് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പ്രോഗ്രാം. അത് എക്സ്ക്ലൂസീവ് ആണ്. നല്ല രീതിയിലുള്ള റിസർച്ച് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ ഇട്ടിട്ടുണ്ട്. ഞാനുണ്ട്, ജാസ്മിൻ ഉണ്ട്, അനിൽ ഉണ്ട്, വിഷ്ണു ഉണ്ട്, നിഖിൽ ഉണ്ട്, സഫ്വാൻ ഉണ്ട്, റമീസ് ഉണ്ട്, അഭിജിത്ത് ഉണ്ട്. അത് കൂടാതെ നമ്മുടെ റിസർച്ച് ഹെഡായ കേദാർ പ്രഭുവും കൂടെ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുള്ള വളരെ എക്സോസ്റ്റീവ് ആയിട്ടുള്ള റിസർച്ച് നിങ്ങളുടെ മുന്നിൽ വരുന്നു. നമ്മൾ സാധാരണ ഈ ടേംസിൽ പറയും, നിങ്ങളൊരു കമ്പനി തുടങ്ങുന്നത്, അതായത് എന്തുകൊണ്ടാണെന്നറിയോ നമ്മൾ ഈ പ്രോഗ്രാമായിട്ട് നമ്മൾ മുന്നോട്ട് വന്ന് നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ 10 പേര് ചേർന്ന് ബിസിനസ് തുടങ്ങി എന്ന് വിചാരിക്കാം. ഈ 10 സുഹൃത്തുക്കൾ ചേർന്ന് ബിസിനസ് തുടങ്ങി, ഞാനാണ് 10ാമത്തെ വ്യക്തി എന്ന് വിചാരിക്കും. 10 രൂപയ്ക്കാണ് നമ്മൾ ഓരോ ഷെയറും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഇട്ടിരിക്കുന്നത്. അതായത് ഫേസ് വാല്യൂ 10-നാണ് നമ്മൾ ഈ ബിസിനസ് തുടങ്ങി. നമ്മുടെ ബിസിനസ് നന്നായിട്ട് ബൂം ചെയ്ത് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രായമായി എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ എനിക്ക് പുറത്തുപോയി സെറ്റിൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെന്നോ എന്തെങ്കിലും കാരണമായി എന്ന് വിചാരിക്കും. ഇന്നത്തെ വാല്യുവേഷൻ അനുസരിച്ച് എൻ്റെ കമ്പനിയുടെ വാല്യുവേഷൻ, അതായത് സെയിൽസ് ഗ്രോ ചെയ്തു, നന്നായിട്ട് കമ്പനി ഗ്രോ ചെയ്തു, ബ്രാൻഡ് ഗ്രോ ചെയ്തു, പ്രോഫിറ്റ് ഗ്രോ ചെയ്തു, നല്ല രീതിയിലുള്ള ഒരു ജേണി 20 കൊല്ലം കൊണ്ട് വന്നു എന്ന് വിചാരിക്കാം. 10 രൂപയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ 10 പേര് ഇട്ട് തുടങ്ങിയ ബിസിനസ് ഇന്ന്, അതായത് ഓരോരുത്തർക്കും ഓരോ ഷെയറിന്റെ വില 10 രൂപയാണെന്ന് വിചാരിക്കാം. ഇന്ന് ഒരു ഷെയറിന്റെ വാല്യുവേഷൻ, ബിസിനസിന്റെ വാല്യുവേഷൻ കാരണം 10,000 രൂപയായി എന്ന് വിചാരിക്കാം. സന്തോഷപ്പെടുന്ന ഞാൻ സന്തോഷമായിട്ട് പറയുകയാണ്, ഞാൻ ഇത്രയും നാൾ എൻ്റെ 9 സുഹൃത്തുക്കളുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തു. അതായത് ബോർഡ് മീറ്റിംഗിൽ ഞാൻ പറയുന്ന കാര്യമാണെന്ന് വിചാരിക്കുക. 9 പേരെടുത്തും പറഞ്ഞു, എനിക്ക് ഇനി ഇതിൽ നിന്നൊരു എക്സിറ്റ് എടുക്കണമെന്ന് താല്പര്യമുണ്ട്. ഇത്രയും നാൾ നമ്മൾ നടത്തി, വയസ്സായി അല്ലെങ്കിൽ മക്കളുടെ കല്യാണം കഴിഞ്ഞു, എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം, റിട്ടയർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. 10,000 രൂപയാണ് ഒരു ഷെയറിൻ്റെ വില. 10 രൂപയിൽ നിന്ന് 10,000 ഉയർന്നിരിക്കുന്നു. നിങ്ങൾ ഇത്രയും നാൾ എൻ്റെ കൂടെ നിന്ന് നമ്മളെല്ലാവരും നല്ല റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോയതുകൊണ്ട് എനിക്ക് 10,000 രൂപ വേണ്ട, ഞാനൊരു ഡിസ്കൗണ്ടിൽ 7,000 രൂപയ്ക്ക് നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. നിങ്ങൾ എൻ്റെ സ്റ്റേക്ക് കംപ്ലീറ്റ് ബൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എക്സിറ്റ് കിട്ടും. അതായത് ഈ കമ്പനിയിൽ 10 ഷെയർ ഹോൾഡേഴ്സിനും ഒരേപോലെയാണ് ഷെയർ ഹോൾഡിംഗ് എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് ഇതിനകത്ത് മെജോറിറ്റി ഷെയർ ഹോൾഡിംഗ് ഇല്ല, എല്ലാവരെയും പോലെ തന്നെയാണ്. ബട്ട് ഞാൻ ഇവരോട് പറയുകയാണ്, ഫസ്റ്റ് റൈറ്റ് ഓഫ് റെഫ്യൂസൽ നിങ്ങൾക്കാണ്. അതായത് ആദ്യം നിരസിക്കാനുള്ള അവകാശം നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഷെയർ 10,000 രൂപയ്ക്ക് എടുക്കേണ്ട. അതാണ് കൺസർവേറ്റീവ് വാല്യൂഷൻ. ഒരു 7,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ ഞാൻ തരാം, സന്തോഷത്തിൽ ഗുഡ് വിൽ ബേസിസിൽ ഞാൻ തരാമെന്ന് പറയുമ്പോൾ ബാക്കി 9 പേരും കൂടെ പുറത്തു പോയി മീറ്റിംഗ് ചെയ്തിട്ട് തിരിച്ചു വരികയാണ്. മിസ്റ്റർ സൂരജ് നായർ, ഞങ്ങൾക്കത് 7,000 രൂപയ്ക്ക് എടുക്കാൻ താല്പര്യമില്ല, പകരം 20 രൂപയ്ക്ക് വേണമെങ്കിൽ ഞങ്ങൾ എടുത്തോളാം എന്ന് പറയുകയാണ്. ഞാൻ ആശ്ചര്യപ്പെട്ടു അല്ലേ, സർപ്രൈസ്ഡ് ആയിപ്പോവും. കാര്യം എൻ്റെ വാല്യുവേഷൻ തന്നെ കണ്ണടച്ച് 10,000 ഉണ്ട്. ബട്ട് കോർപ്പറേറ്റ് ഫീൽഡിൽ മെജോറിറ്റിയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. ഇതെന്നും ബിസിനസ്സിൻ്റെ വലിയൊരു പാഠം എന്നുള്ളത്. അവരെല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിക്കുകയാണ് ഇതിൻ്റെ വില ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ ഇനി കൊണ്ടുവരാൻ പോകുന്ന റിസൾട്ട്സ് വളരെ മോശമായിരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി എങ്ങോട്ട് ചായുന്നോ അങ്ങോട്ട് മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഞാൻ ഇത്രയും നാൾ ചോര ഒഴുക്കിയതും പാടുപെട്ടതും ഒക്കെ വെറുതെ ആയി എന്നുള്ള രീതിയിലേക്ക് വരും. അവിടെയാണ് നമ്മൾ ടാറ്റ സൺസിൻ്റെ കഥ നമ്മൾ തുറക്കുന്നത് എന്നുള്ളത്. അതായത് ടാറ്റ ഫാമിലിയും ടാറ്റ ട്രസ്റ്റും അതിൻ്റെ മറ്റൊരു ഷെയർ ഹോൾഡറായ, അതായത് ടാറ്റ സൺസിൻ്റെ മറ്റൊരു ഷെയർ ഹോൾഡറായ ഷപ്പൂർജി പല്ലുജി ഗ്രൂപ്പ്, അതായത് യുറേക്ക ഫോബ്സ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ പ്രോഡക്റ്റിൻ്റെയൊക്കെ പ്രൊമോട്ടറായിട്ടുള്ള ഷപ്പൂർജി പല്ലുജി ഗ്രൂപ്പ്, അവരും ടാറ്റ സൺസിൽ ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. അപ്പോൾ ടാറ്റയുടെ ട്രസ്റ്റുകൾക്ക് ഏതാണ്ട് 62-66% ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. ഇവർക്കാണെങ്കിലോ 18% സ്റ്റേക്ക് ഹോൾഡ്. അങ്ങനെയുള്ള ഷപ്പൂർജി പല്ലുൻജിക്ക് ആ കമ്പനിയിൽ നിന്ന് എക്സിറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്നുള്ള. ഈ ഒരു ആംഗിളിലാണ് നമ്മൾ ടാറ്റ സൺസിനെ ഇന്ന് തുറത്ത് കാട്ടുന്നതിനുള്ള രണ്ടാമത്തെ ഒരു കാര്യം. നമ്മൾ സാധാരണ ഡിവിഡൻഡ് എന്ന് പറയുന്നത് വളരെ സന്തോഷിക്കുന്ന കാര്യം അല്ലേ. ഡിവിഡൻഡ് എന്ന് വെച്ചാൽ നമ്മൾ ഡിവിഡൻഡ്, ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറയും, ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എനിക്ക് ഡിവിഡൻഡ് കിട്ടുന്നതിൽ എനിക്ക് യാതൊരു സന്തോഷമില്ല. ഞാൻ പറയുന്നത് ആ പൈസ കമ്പനി തിരിച്ച് ബിസിനസ്സിൽ തന്നെ ഇട്ട് അത് നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ആ കമ്പനിക്ക് നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ക്യാപിറ്റൽ എംപ്ലോയിഡും ഉണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം ആ പൈസ തിരിച്ച് അതിനകത്തേക്ക് ഇടുകയാണെങ്കിൽ അതിൽ കൂടുതൽ റിട്ടേൺ അതിനകത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ട് നമുക്കൊരു വെൽത്ത് ക്രിയേഷൻ അതിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടാ മതി എന്ന് ഞാൻ ആഗ്രഹിക്കുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഈ ക്യാഷ് എടുത്തിട്ട് എനിക്ക് തരേണ്ട കാര്യമില്ല.
ക്യാഷ് തരുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കണം വെച്ചാൽ എന്താ കമ്പനിക്ക് ഇനി ക്യാഷ് വേണ്ടേ, ഓപ്പർച്യൂണിറ്റി ഇല്ലേ ഗ്രോ ചെയ്യാൻ. കമ്പനി ഇങ്ങനെ ഗ്രോ ചെയ്യണമെങ്കിൽ ഈ പൈസ എടുത്തിട്ട് തിരിച്ച് വീണ്ടും ബിസിനസ്സിൽ ഇട്ടിട്ട് അടുത്ത കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്ത് മുന്നോട്ട് പോകൂടെയാണ്. ഞാൻ ഡിവിഡൻഡിനെ ഒട്ടും സന്തോഷിക്കുന്ന ഒരു വ്യക്തിയല്ല, പക്ഷേ ഡിവിഡൻഡ് സന്തോഷിക്കുന്നവരുണ്ട്. പിന്നെ വേറൊരു ആംഗിളിൽ കൂടെ ഡിവിഡൻഡ് കാണാം. ഒരു കമ്പനി ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സ് 100 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെന്ന് വെക്കുക, ഈ 100 ഷെയർ ഹോൾഡേഴ്സിനും കിട്ടും അല്ലെ. 100 ഷെയർ ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ പ്രൊമോട്ടറിന് കിട്ടും, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്ററിന് കിട്ടും, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് കിട്ടും, നമ്മളെ പോലത്തെ സാധാ ഷെയർ ഹോൾഡേഴ്സിനും കിട്ടും. പക്ഷെ നമ്മൾ എത്രയാണ് ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗിൽ? വളരെ കുറവാണ്. അപ്പോൾ ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്ത് പറ്റും? കമ്പനിക്കകത്തുള്ള ക്യാഷ് എടുത്തിട്ടാണല്ലോ നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യണേ. ആ ഡിവിഡൻഡ് പോകുന്നത് എന്താ? എല്ലാ ഷെയർ ഹോൾഡേഴ്സിനാണ് പോകുന്നത്. ഏത് ഷെയർ ഹോൾഡറാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്? മെജോറിറ്റി ഷെയർ ഹോൾഡർ. ആ മെജോറിറ്റി ഷെയർ ഹോൾഡർ ആരാ? പ്രൊമോട്ടർ. അതായത് ഓണർ ഫാമിലിക്കായിരിക്കും ഏറ്റവും കൂടുതൽ പോകുന്നതെന്നുള്ള TCS എന്നുള്ള കമ്പനിയുടെ ഉദാഹരണം വെച്ച് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. TCSന്റെ ഏറ്റവും വലിയ മെജോറിറ്റി ഡിവിഡൻഡ് കിട്ടുന്ന കമ്പനി അല്ലെങ്കിൽ ഒരു ഫേം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ടാറ്റ സൺസ് ആണെന്നുള്ളത്. നമുക്ക് വെറും നക്കാപ്പിച്ച കാശും ടാറ്റ സൺസിന് കിട്ടുന്നതോ കോടികളുടെ ഡിവിഡൻഡും എന്നാണ്. അതായത് കമ്പനിയുടെ ക്യാഷ്, അവരുടെ ക്യാഷ് അല്ല, കമ്പനിയുടെ ക്യാഷ്. നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് മൈനോറിറ്റി മെജോറിറ്റി എല്ലാവരും കൂടെ ചേർന്ന് ആ കമ്പനിക്ക് ഒരു മാനേജ്മെന്റ് ബോർഡ് ഉണ്ടാക്കി അത് അവർ ചെയ്ത് അവരുണ്ടാക്കുന്ന ക്യാഷിന്റെ മെജോറിറ്റി ഭാഗവും പ്രൊമോട്ടറിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നമുക്കും ചെറിയ നക്കാപ്പിച്ച കാശ് കിട്ടുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അത് പറയുന്ന ഒരു കാര്യം എന്നറിയോ? ഡിവിഡൻഡ് ക്യാൻ ബി അറ്റ് ടൈംസ്, ചില സന്ദർഭങ്ങളിൽ ഇറ്റ്സ് എ ലീഗൽ ഇൻസ്ട്രുമെന്റ് ടു ട്രാൻസ്ഫർ ദ കമ്പനീസ് ഫണ്ട്സ് ടു പ്രൊമോട്ടേഴ്സ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള രീതിയിലേക്ക്. ഇതാണ് ടാറ്റ സൺസിന്റെ ഏറ്റവും വലിയ വരവ്. എന്തുകൊണ്ടാണെന്നറിയോ? TCSന് ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കേപ്പബിലിറ്റി ചെയ്യാൻ പറ്റാത്തത്? അവരുടെ കയ്യിലുള്ള ഫ്രീ ക്യാഷ് ഫ്ലോ എടുത്ത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യും ബൈബാക്ക് ചെയ്യലുമാണ് ഇവരുടെ പരിപാടി. വേറൊരു കേപ്പബിലിറ്റി ഉള്ള ഒരു കമ്പനി ഏറ്റെടുക്കുകയോ ഇതൊന്നും ഇവർ ചെയ്തിട്ടില്ല. അവർക്ക് ഡിവിഡൻഡ് കൊണ്ട് ഹാപ്പിയാണ്. കാര്യം ടാറ്റ സൺസിന്റെ വരവ് എങ്ങനെയാണ്? പ്രൊമോട്ടർ ആയിട്ടുള്ള ടാറ്റ സൺസിന് അവർക്ക് ഡിവിഡൻഡും മാനേജ്മെന്റ് ഫീസും ആണ് അവർക്ക് കിട്ടുന്നത്. നമ്മളെ സംബന്ധിച്ച് എന്താ? ടാറ്റ എന്ന് പറയുന്ന TCS പോലെ ഒരു ബഹമത്ത് എന്ന് പറയുന്നത് ഒരു അണ്ടർ പെർഫോമർ ആയിട്ട് നിലനിൽക്കുന്നു എന്നുള്ള ഈ ഒരു റാങ്കിളിൽ കൂടെയും നമ്മൾ ടാറ്റ സൺസിനെ അല്ലെങ്കിൽ ടാറ്റ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ടാറ്റ ഫാമിലി അല്ലെങ്കിൽ ടാറ്റ ട്രസ്റ്റിനെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ടാറ്റയെ നമ്മൾ അവതരിപ്പിച്ചെന്താണെന്നറിയോ? 1993 ഇൻഫോസിസ് ലിസ്റ്റ് ചെയ്യുന്നത്. ഇൻഫോസിസ് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, എനിക്കൊന്ന് 94 രൂപ 95 രൂപയ്ക്ക് അങ്ങോട്ട് 93 രൂപയ്ക്ക് അങ്ങോട്ടാണ് ലിസ്റ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഏറ്റവും, അതായത് ഒരു IT സോഫ്റ്റ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇനേബിൾഡ് സർവീസസിന്റെ ഏറ്റവും വലിയ ഗ്രോത്ത് 2000 മുമ്പെയാണ് നടന്നത്. 2000 മുമ്പേ IT എന്ന് പറഞ്ഞാൽ വളരെ ബൂമിംഗ് ആയിരുന്നു. ആ ഇൻഡസ്ട്രിയുടെ എല്ലാ ബെനിഫിറ്റും ഇൻഫോസിസ് പോലുള്ള ഒരു കമ്പനിക്ക് കിട്ടി എന്നുള്ള അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോലത്തെ ഷെയർ ഹോൾഡേഴ്സ് IPO അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ എന്തൊക്കെ ട്രാൻസ്ഫോർമേഷനാണ് ഇന്ത്യൻ IT സെക്ടറിൽ സംഭവിച്ചത്. അതിൻ്റെ എല്ലാ ഗ്രോത്തും വെൽത്ത് ക്രിയേഷനായിട്ട് ഇൻഫോസിസ് നമ്മളെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ് ഗ്രോ ചെയ്തതെന്നുള്ളത്. അതായത് അതിൻ്റെ ഇൻഫൻസി സ്റ്റേജ് മുതൽ ഇപ്പം നമ്മൾ സൊമാറ്റോ നോക്കുക. സൊമാറ്റോ ഇറ്റേണൽ കമ്പനി നമ്മുടെ മുന്നിൽ വന്നു. അതിൻ്റെ ഇനിഷ്യൽ ഗ്രോത്ത് കംപ്ലീറ്റ് നമുക്ക് ബെനിഫിറ്റ് ആയി കിട്ടി. സ്റ്റോക്ക് എത്ര ടൈംസ് മൾട്ടിപ്ലൈഡ് ആയി നോക്കൂ. ആ ബെനിഫിറ്റ് ഒന്നും നമുക്ക് ടാറ്റ ഗ്രൂപ്പ് കമ്പനീസ് തന്നിട്ടില്ല. പഴയ ടാറ്റ മോട്ടോഴ്സും ടാറ്റ സ്റ്റീലും ടാറ്റ കെമിക്കൽസും അല്ലെങ്കിൽ ടാറ്റ സ്റ്റീൽ അങ്ങനത്തെ കമ്പനികളല്ലാതെ അടുത്ത കാലത്ത് വന്ന് ന്യൂ ഏജ് ബിസിനസ്സായ TCS അവർ ലിസ്റ്റ് ചെയ്യുന്നത് 2004 അപ്പോഴത്തേക്കും IT-യുടെ നല്ലൊരു ക്രീം തന്നെ പോയി എന്നുള്ള. ഇപ്പൊ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിലോ ടാറ്റയുടെ ഈ ന്യൂ ഏജ് ടെക്നോളജി ടാറ്റ ഡിജിറ്റൽ, അതായത് അവരുടെ ഇ-കോം വെർഷൻ, അതായത് ടാറ്റ ന്യൂ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ബാക്കിയല്ല ടാറ്റ ക്ലിക്ക്, ഇതിൻ്റെ ഒന്നും അവർ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ടാറ്റ ഇലക്ട്രോണിക്സ്, അതായത് സെമി കണ്ടക്ടേഴ്സ് ചിപ്സ് ആൻഡ് ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞാൽ ന്യൂ ഏജ് ഹൈ ഗ്രോത്ത് സെക്ടർ ഇട്ടുള്ള കമ്പനി അവരിതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ബിഗ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് ഈ ഓൺലൈൻ ഇപ്പൊ സൊമാറ്റോന് ഇത്രയും വാല്യൂഷൻ കിട്ടുന്നുണ്ടല്ലോ, സ്വിഗ്ഗിക്ക് വാല്യൂഷൻ കിട്ടുന്നല്ലോ, ബിഗ് ബാസ്ക്കറ്റ് ഇതുവരെ നമുക്ക് വേണ്ടി ലിസ്റ്റ് ചെയ്തിട്ടില്ല. ടാറ്റ അഡ്വാൻസ് സിസ്റ്റം എയറോസ്പേസും ഏവിയേഷനും ഡിഫൻസിലും ഏറ്റവും കൂടുതൽ വളരെ നന്നായിട്ടുള്ള പ്ലെയറാണ്. അതിൻ്റെ ഗ്രോത്തും നമ്മൾ തരില്ല. അവരെന്നാ ഇത് ചെയ്യണമെന്നറിയോ? ഇതെല്ലാം വളർന്ന് വലുതായി മെച്യൂർ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസയും പിരിച്ചിട്ട് അവർ ഈ IPOക്ക് പോകും. അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ക്രീം, ആ ഇൻഡസ്ട്രിയിലെ ക്രീം നമുക്ക് ഇപ്പൊ ഈ സമയത്ത് ഈ പറയുന്ന പോലെ ടാറ്റ ഇലക്ട്രോണിക്സ് ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഡിക്സന്റെ വെൽത്ത് ക്രിയേഷൻ കിട്ടിയതുപോലെ നമുക്ക് ടാറ്റ ഇലക്ട്രോണിക്സ് കിട്ടൂലേ? നമ്മൾ എന്നും പ്രതീക്ഷിക്കുന്ന ടാറ്റയിൽ നിന്ന് എന്താ? ജനങ്ങളെയും കൂടെ പാർട്ടിസിപ്പേറ്റ്, ജനങ്ങളുടെ കമ്പനി, നോൺ ഫോർ ട്രസ്റ്റ്, ഹോണസ്റ്റി, സിൻസിയറിറ്റി, ക്ലാരിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി എന്താ ഈ ഗ്രോത്ത് ടാറ്റ സൺസിന് മാത്രം മതിയോ? ഈ TCSന്റെ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ അൺലിസ്റ്റഡ് കമ്പനിക്കും അത് മതിയോ? ഈ ഒരു മുഖം നമ്മളത് മോശമാണെന്ന് പറയുന്നില്ല. എന്നോട് അഭിപ്രായ വ്യത്യാസമുള്ള ഒരുപാട് പേര് പ്രേക്ഷകരുണ്ടാവും, മറ്റുള്ളവരുണ്ടാവും. പക്ഷേ എൻ്റെ റിസർച്ച് ഡെസ്കിൽ നിന്ന്, മൈഫിൻ്റെ റിസർച്ച് ഡെസ്കിൽ നിന്ന്, കേദാർ പ്രഭുവിൻ്റെ റിസർച്ച് ഡെസ്കിൽ നിന്ന്, ഞങ്ങളുടെ റിസർച്ച് ഡെസ്കിൽ നിന്ന് വരുന്നത് ടാറ്റയുടെ മുഖം തുറന്ന് കാണിക്കുക എന്നുള്ളതാണ്. ഇന്ന് 2:30 ആ സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് പ്രോഗ്രാം നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ഓർട്ടു.
യെസ്, ഏതായാലും ടാറ്റയുടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം തന്നെയാണ് ഇന്ന് വരാനിരിക്കുന്നത്. ടാറ്റ ദ റിയൽ ഫേസ് അൺവെയിൽഡ് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. തീർച്ചയായിട്ടും പ്രേക്ഷകരെല്ലാവരും അത് കാണുക എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. ജാസ്മിൻ, ഇപ്പോൾ ഈ നമ്മളെ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും നമ്മുടെ പ്രേക്ഷകരത് ക്ലാരിഫൈ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതായത് ഒരു മാധ്യമം എന്ന രീതിയിൽ, അതായത് ഒരു ജേർണലിസം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ജേർണലിസ്റ്റുകൾ എന്ന രീതിയിൽ നമുക്ക് സ്റ്റോക്ക് അഡ്വൈസ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ നമുക്ക് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിലില്ല. ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളുടെ മുന്നിൽ ടോപ്പ് 10 സ്റ്റോക്സ് അല്ലെങ്കിൽ ദിവാലി പിക്കൊക്കെ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അത് ഞങ്ങൾ എന്തുകൊണ്ട് അവതരിപ്പിക്കുന്നില്ല വെച്ചാൽ നമുക്ക് അതിനൊരു പെർമിഷൻ ഇല്ല എന്നുള്ളതാണ്. നമുക്കെന്ന് മാത്രമല്ല, മിക്കവരും, അതായത് ഒരു വീഡിയോ നടത്തുന്ന മിക്കവർക്കും അല്ലാതെ പെർമിഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വാസ്തവം. സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ അല്ലെങ്കിൽ ഒരു ബ്രോക്കർ നേരിട്ട് വന്ന് അവരുടെ ടോപ്പിക് അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ മാനേജർ എന്നിങ്ങനെയുള്ളവർക്ക് മാത്രമേ ഒരു സ്റ്റോക്ക് ഐഡിയ അല്ലെങ്കിൽ ഒരു അഡ്വൈസോ റെക്കമെൻഡേഷനോ നടത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ബാക്കിയുള്ളത് നിങ്ങൾ മുന്നിൽ കേൾക്കുന്നത് എനിക്കറിയില്ല, എനിക്ക് അതിനകത്ത് അഭിപ്രായമില്ല, എനിക്ക് ആരോടും എതിർപ്പില്ല. എന്നാൽ മൈഫിൻ്റെ ഡെസ്ക് തീർച്ചയായിട്ടും നമ്മുടെ ഒരു എഡിറ്റോറിയൽ ഡെസ്ക് അത് പാലിച്ച് തന്നെ മുന്നോട്ട് പോകും. പക്ഷേ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഏതൊക്കെ സ്റ്റോക്ക് മേടിക്കണം എന്നുള്ളത് ഇപ്പോൾ ദീപാവലിയോടുകൂടി ഓരോ ബ്രോക്കറേജസിൻ്റെയും, അതായത് മോട്ടിലാൽ, കോട്ടക്, നുവാമ, അല്ലെങ്കിൽ JM ഫിനാൻഷ്യൽസ്, ജിയോജിത്ത്, ഇങ്ങനെയുള്ള പല കമ്പനികളുടെയും ടോപ്പ് 10 അല്ലെങ്കിൽ മുഹറത്ത് പിക്ക്, ദിവാലി പിക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. TV മാധ്യമങ്ങളിൽ കൂടെയും മറ്റതും കൂടെ എത്തും. നമ്മൾ നാളെ ഇതൊക്കെ കുറേയൊക്കെ നമ്മുടെ മുഹറത്ത് പരിപാടിയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. നമുക്ക് എമിനന്റ് ആയിട്ടുള്ള ഗസ്റ്റുകളും ജോയിൻ ചെയ്യേണ്ട, അനീഷിനെ പോലെ അല്ലെങ്കിൽ അക്ഷയ് അഗർവാളിനെ പോലെയൊക്കെ ഒരുപാട് പേര് നമുക്ക് ജോയിൻ ചെയ്യേണ്ട. നമ്മുടെ ഇൻഹൗസ് ആയിട്ടുള്ള പ്രദീപ് ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മുത്തൂറ്റ് സെക്യൂരിറ്റീസ് 2 എമിനന്റ് ആയിട്ടുള്ള CFOയും അവിടുത്തെ കൺട്രി ഹെഡും നമുക്ക് ജോയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ള. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ പോലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ജാസ്മിൻ. അതായത് ഏത് സ്റ്റോക്ക് മേടിക്കുക എന്നല്ല, ഒരു പോർട്ട്ഫോളിയോയിൽ എങ്ങനത്തെ ടൈപ്പ് സ്റ്റോക്ക് വേണം എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു നോക്കുക, അതായത് ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എടുക്കാം. ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്നല്ല, ഏത് ക്രിക്കറ്റ് ടീമും എടുക്കാം. ഒരു ക്രിക്കറ്റ് ടീമിൽ 11 പേരാണ്. ഈ 11 പേരും ബാറ്റ്സ്മാൻമാരാവാൻ പറ്റുമോ? 11 പേരും ബോളേഴ്സ് ആവാൻ പറ്റും? ഇല്ല. നമ്മൾ ആ ഒരു ഐഡിയലായിട്ട് നമ്മൾ പറയുന്ന 5 ബോളേഴ്സ്, 5 ബാറ്റ്സ്മാൻ, ഒരു വിക്കറ്റ് കീപ്പർ, അല്ലേ? നമ്മളിപ്പോൾ ഒരു ഫുട്ബോൾ കളി നോക്കാം. ഒരു ഫുട്ബോൾ കളി നോക്കുമ്പോൾ നമുക്ക് എല്ലാവരും ഫോർവേഡ് കളിക്കാൻ പറ്റും, എന്നാൽ നമുക്ക് ഡിഫൻസിലും ആളില്ല, ഗോൾ കീപ്പറിലും ആളില്ല. അപ്പോൾ നമുക്ക് പറയുന്നത് എന്താ? അത് ഒരു അറ്റാക്കർ വേണം, നമുക്കൊരു മിഡ്ഫീൽഡർ വേണം, നമുക്ക് ഡിഫൻഡർ വേണം, അതിൽ ലെഫ്റ്റ് വിങ്, റൈറ്റ് വിങ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല നമുക്കൊരു ഗോൾ കീപ്പർ വേണം, അങ്ങനെ പല കാര്യം. ഇപ്പോൾ ക്രിക്കറ്റിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബോളർമാർ നമ്മൾ പറയുന്നു എല്ലാവരും പേസ് ബോളേഴ്സ് ആയിരിക്കണം. ഇല്ല, പേസ് ബോളേഴ്സ് ഉണ്ടാവും. ഉച്ച തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും പിച്ച് ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ സ്പിന്നേഴ്സ് വരണം, ലെഫ്റ്റ് ആം ബോളേഴ്സ് വേണം, റൈറ്റ് ആം വേണം, പിന്നെ ബാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പണേഴ്സ് വേണം, മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ വേണം, ഇന്നിങ്സ് ബിൽഡ് ചെയ്യാൻ ആൾക്കാർ വേണം, ഓൾറൗണ്ടേഴ്സ് വേണം. അതായത് നമ്മൾ ഏത് സ്റ്റോക്ക് മേടിക്കുന്നു എന്നുള്ളതിനേക്കാളും ഏതൊക്കെ തരം സ്റ്റോക്കുകളാണ് നിങ്ങളുടെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എല്ലാവരെയും ഒരേപോലെ കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു കൈ തന്നെ നോക്കാം, 5 വിരലിനും 5 സൈസും 5 ഉപകാരങ്ങളും, ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഒരു കൈ ആവുന്നത്, ഒരു പോർട്ട്ഫോളിയോ ആവുന്നത് എന്നുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഏത് റെക്കമെൻഡേഷൻ ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ സ്റ്റോക്ക് പിടിക്കും, പക്ഷേ ഇത് ഏതെങ്കിലും കാറ്റഗറിയിൽ വരുന്നതാണോ എന്നുള്ളതാണ്. അപ്പം നമ്മൾ ദീപാവലി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫെസ്റ്റിവൽ ഓഫ് ക്ലാരിറ്റിയാണ്, അല്ലേ? ആ ക്ലാരിറ്റി, അതായത് നമ്മൾ ഇരുട്ട് നിറഞ്ഞ സ്ഥലത്തേക്ക്, അതായത് കൺഫ്യൂഷൻ നിറഞ്ഞ സ്ഥലത്തേക്ക് ഒരു ലൈറ്റ് വരിക എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ആ വെളിച്ചം എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ആ വെളിച്ചം കൊണ്ടുവന്നിരിക്കുന്നത്, ഒരു ഗൈഡായിട്ട് ആ ലൈറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള നമ്മൾ വി ഹാർ ടേണിങ് അവർ സെൽഫ് ഇൻ ടു എ മാൻ, അതായത് ഒരു വ്യക്തി ഹു ടോട്ട് ദ വേൾഡ് ഹൗ ടു ഇൻവെസ്റ്റ് വിത്ത് സിംപ്ലിസിറ്റി. എങ്ങനെയാണ് സിംപ്ലിസിറ്റി, ഒരു പോർട്ട്ഫോളിയോ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാറ്റഗറി ഓഫ് സ്റ്റോക്സ് ആണ് വേണ്ടതെന്നുള്ളത് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചതെന്ന് ഫേമസ് ആയിട്ടുള്ള, അതായത് നമ്മൾ ഏത് സർക്കിൾസിൽ പോയാലും വളരെ വിസ്ഡം ഉള്ള ഇൻവെസ്റ്റ്മെന്റ് മാനേജേഴ്സിന്റെ ഇടയിൽ ഈ പേര് വിസ്പർ ചെയ്യാത്തൊരു ദിവസമില്ല. ഇദ്ദേഹത്തിന്റെ ബുക്കുകളും നമ്മൾ മെൻഷൻ ചെയ്യാത്ത നിവൃത്തിയില്ല, ഒരു ദിവസം പോലും ഇല്ല എന്നുള്ള. അദ്ദേഹത്തിന്റെ പേരാണ് പീറ്റർ ലിഞ്ച്. വൺ അപ്പോൺ ദ വാൾ സ്ട്രീറ്റ് ബുക്ക് എഴുതിയ വ്യക്തിയാണ് എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം 1979 മുതൽ 1990 വരെ, അതായത് വൺ ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് മ്യൂച്വൽ ഫണ്ട്, അതായത് ഹി വാസ് എ മാനേജർ ടു ഫിഡലിറ്റി മെഗലൻ ഫണ്ട് ആൻഡ് ഡെലിവേർഡ് എ വൂപ്പിംഗ്, അതായത് 79 മുതൽ 90 വരെ ഡെലിവേർഡ് എ വൂപ്പിംഗ് 29% ആനുവലൈസ്ഡ് റിട്ടേൺ. അതായത് എനിക്ക് തോന്നുന്നു ഹി ടേൺ $US 20 million into 14 billion. 20 മില്യൺ AUM-നെ 14 ബില്യൺ ആയിട്ട് മാറ്റിയ ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്ററിനെക്കാട്ടിലും ഈ പീറ്റർ ലിഞ്ചിനെ പോലെ ഒരു ഫണ്ട് മാനേജ് ചെയ്ത വ്യക്തി എന്ന് വെച്ചാൽ അദ്ദേഹമാണ് ഈ ഡൈവേഴ്സിഫിക്കേഷൻ, പോർട്ട്ഫോളിയോ അലോക്കേഷൻ, എത്രയൊക്കെ സ്റ്റോക്സ് വേണം എന്നുള്ളത്. സാധാരണ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് അവർ പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റോക്കാണ് പറയും. എന്നാൽ ഒരു പോർട്ട്ഫോളിയോ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഒരു വ്യക്തിയുടെ പോർട്ട്ഫോളിയോയിൽ എത്ര സ്റ്റോക്ക് വേണം എന്നുള്ളതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ ഈ പീറ്റർ ലിഞ്ചിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, എന്താണ് പീറ്റർ ലിഞ്ചിനെ യുണീക്ക് ആക്കണമെന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്റ്റോക്ക് പിക്കിംഗ് അല്ല,
അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഫിലോസഫി. അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഫിലോസഫിയിൽ അങ്ങനെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇൻവെസ്റ്റ് ഇൻ വാട്ട് യു നോ. അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യത്തിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. മാർക്കറ്റിൽ 1000-ൽ പരം 5000-ൽ പരം 6000-ൽ പരം സ്റ്റോക്കുകൾ ഉണ്ടാവും എല്ലായിടത്തും. അതായത് പറയണമെന്ന് അറിയാം, യു ഡോണ്ട് നീഡ് ടു അറ്റൻഡ് ഈച്ച് ആൻഡ് എവറി പാർട്ടി ഇൻ ടൗൺ. എല്ലാ പാർട്ടിക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതും നിങ്ങൾക്ക് പരിചയമുള്ളതും നിങ്ങൾ എൻജോയ് ചെയ്യുന്ന പാർട്ടിക്ക് മാത്രം നിങ്ങൾ പോയാൽ മതി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോക്ക് മേടിച്ചാൽ മതി, നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റോക്ക് മേടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് പറയുന്നത്. പിന്നെ ബിഹൈൻഡ് എവറി സ്റ്റോക്ക് there is a company, there is a business. ഒരു സ്റ്റോക്ക് അല്ല നിങ്ങൾ മേടിക്കുന്നത്, ഒരു ബിസിനസിന്റെ ഓണർഷിപ്പ് ആണ് നിങ്ങൾ മേടിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു വയ്ക്കുന്നു, നോ വാട്ട് യു ഓൺ. നിങ്ങൾ ഓൺ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അത് മാത്രമല്ല നിങ്ങൾ എന്തുകൊണ്ട് ഓൺ ചെയ്യുന്നു എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള 3 കാർഡിനൽ റൂൾസ് ആണ് അദ്ദേഹത്തിന്റെ ഫിലോസഫി. അദ്ദേഹത്തിന്റെ വിസ്ഡം എന്നറിയോ, സിമ്പിൾ, ഹ്യൂമൻ, റൂട്ടഡ് ഇൻ ഒബ്സർവേഷൻ. നമ്മൾ സാധാരണ പറയല്ലേ, നിങ്ങളുടെ സ്റ്റോക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നോ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ നിന്നും ലൈഫ് സ്റ്റൈലിൽ നിന്നും നിങ്ങൾ കണ്ടുപിടിച്ചെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ്. അതായത് ഒരു എക്സാമ്പിൾ കൂടെ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു കഫേ ഉണ്ടെന്ന് വിചാരിക്കാം. ആ കഫേയുടെ കോഫി, ആ ഒരു ചായക്കടയാവട്ടെ അല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പ് ആയിക്കോട്ടെ, ആ കോഫി ഷോപ്പിൽ കോഫി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾക്കത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. വീക്കെൻഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല ക്രൗഡും കാണുന്നുണ്ട്. ഓക്കെ, അതിന്റെ അർത്ഥം ഈ ബിസിനസ് നല്ലതാണെന്നല്ലേ? ഇത് മനസ്സിലാക്കാൻ ഇത്രയും സിംപ്ലിസിറ്റി പോരെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ആ ബിസിനസ് നിന്നെങ്കിൽ ആ ബിസിനസിന്റെ സ്റ്റോക്കും പെർഫോം ചെയ്യണ്ടേ? ഇത് ഫണ്ട് മാനേജർ ആവണം നിർബന്ധമുണ്ടോ? നിങ്ങൾക്ക് ബിസിനസ് അറിയണമെന്നുണ്ടോ? ഫിനാൻസ് അറിയണമെന്നുണ്ടോ? നിങ്ങൾക്ക് MBA എടുക്കണമെന്നുണ്ടോ? നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കണമെന്നുണ്ടോ? ടെക്നിക്കൽ പഠിക്കണമെന്നുണ്ടോ? ഫണ്ടമെന്റൽ പഠിക്കണമെന്നുണ്ടോ? F&O പഠിക്കണമെന്നോ? ഇതൊന്നും വേണ്ട, കോമൺ സെൻസ് മാത്രം മതി എന്നാണ് അതായത് പറയുന്നത്. ഈ ഒരു ഒബ്സർവേഷനിൽ കൂടി ഈ സാധാരണ ഹൗസ് വൈഫ്സിന്, ഒരു ഊബർ അല്ലെങ്കിൽ ഒരു ഓല ഡ്രൈവർ അല്ലെങ്കിൽ ഒരു ഫുഡ് ഡെലിവറി ഏജന്റ്, ഒരു സാധാരണ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ, സ്റ്റോക്ക് മാർക്കറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്കും നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സൽ ചെയ്യാം ബെറ്റർ ദാൻ എ ഫണ്ട് മാനേജർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാര്യം മാത്രം മതി, നിങ്ങളുടെ ഐസ്, ഇയേഴ്സ് ആൻഡ് കോമൺ സെൻസ് മാത്രം മതി നിങ്ങളെ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് വളരെ എന്താ പറയുക, നല്ല ഒരു ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു ടോക്സ് ആണ്. അദ്ദേഹത്തിന്റെ കാറ്റഗറി ഓഫ് സ്റ്റോക്സ്, അതായത് നമ്മൾ ഈ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോയിൽ ആരൊക്കെ വേണം, എത്ര ബോളേഴ്സ് വേണം, എത്ര ബാറ്റ്സ്മാൻമാർ വേണം, എത്ര മിഡ്ഫീൽഡർ വേണം, എത്ര ഫോർവേഡ് വേണം. നമ്മൾ ഓരോ 4-4-4-2 എന്നൊക്കെ നമ്മൾ ഓരോന്ന് പറയില്ലേ, അതായത് ഫുട്ബോളിൽ നമ്മുടെ ഫോർമേഷൻസ്, അതേപോലെ എന്ത് വേണം എന്നുള്ള. അപ്പം ഞാൻ ഈ പറയാൻ പോകുന്നത് വെറും സ്ട്രാറ്റജി മാത്രമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആരും റെപ്ലിക്കേറ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല. ഇത് അദ്ദേഹം പറഞ്ഞത് ഞാൻ അങ്ങനെ തന്നെ നിങ്ങളുടെ മുന്നിലോട്ട് പറയുന്നു. പിന്നെ ഇതിൽ പറയുന്ന സ്റ്റോക്കുകൾ ഒന്നും ഒരു സോളിസിറ്റേഷനോ അഡ്വൈസോ റെക്കമെൻഡേഷനോ അല്ല. ഇത് നമ്മുടെ ഈ മൈഫിനിൽ നമ്മുടെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് അവതരിപ്പിച്ച സ്റ്റോക്കുകളാണ് ഇതിൽ കൂടുതൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് കൂടുതലും നമ്മൾ ഏതാണ്ട് മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് കാറ്റഗറിയിലും കുറച്ച് ലാർജ് ക്യാപ്പും മാത്രം. അത് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഞങ്ങൾ റിസർച്ച് ചെയ്ത ഭാഗത്തുനിന്ന് മാത്രമാണ്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബൈ ലിസ്റ്റേ അല്ല, ഇതൊരു പോർട്ട്ഫോളിയോ ലിസ്റ്റേ അല്ല എന്നുള്ള ഒരു ഡിസ്ക്ലൈമർ കൂടെ പറഞ്ഞു വയ്ക്കുന്നു. അത് മാത്രമല്ല, ഇതിൽ മെൻഷൻ ചെയ്യുന്ന പല സ്റ്റോക്കുകളും ബിസിനസ്സുകളും എനിക്കും ജാസ്മിനും ചിലപ്പോൾ ഇതിനകത്ത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് കാണാം. അതുകൊണ്ട് നിങ്ങൾ ഇതൊരു പിഞ്ച് ഓഫ് സോൾട്ട് ആയിട്ട് ഇത് എടുക്കാവൂ എന്നുള്ളതാണ്. അപ്പൊ പീറ്റർ ലിഞ്ചിന്റെ കൺസ്ട്രക്ഷൻ എന്താണ്? അദ്ദേഹം ഒരിക്കലും എത്ര സ്റ്റോക്സ് ഒരു പോർട്ട്ഫോളിയോയിൽ വേണം എന്ന് അദ്ദേഹം പറയുന്നില്ല. പക്ഷെ അയാൾ ഒരു കാര്യം പറയുന്നത്, അദ്ദേഹം ഒരു കാര്യം പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഈ 6 കാറ്റഗറി ഓഫ് സ്റ്റോക്ക്, അതായത് അദ്ദേഹം പറഞ്ഞ കാറ്റഗറീസ് ഓഫ് സ്റ്റോക്ക്, ഈ കാറ്റഗറീസ് ഓഫ് സ്റ്റോക്ക് എന്ന് അദ്ദേഹം പറയാൻ കഴിച്ചാൽ നിങ്ങളുടെ പല കാലാവസ്ഥയും, അതായത് നമ്മളിപ്പോൾ പറയില്ലേ സമ്മറിന് വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്യുക, മൺസൂണിന് വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്യുക, തണുപ്പ് കണ്ടീഷൻസിന് വേണ്ടി ഡ്രസ്സ് ചെയ്യുക. അതായത് ഓരോ സീസണിനും ഓരോ രീതിയിൽ. ഇപ്പം നമ്മളൊരു തുണിക്കടയിലൊക്കെ പോകണമെങ്കിൽ ഈ ഫാഷൻ ഒക്കെ കാണുകയാണെങ്കിൽ അവിടെ 4 സീസൺസിനുള്ള ഡ്രസ്സുകൾ വരും എന്നാണ് പറയുന്നത്. ചില കമ്പനികൾ 2 സീസൺസ്, ചിലത് ഇപ്പോൾ 6 വരെ ആക്കിയിട്ടുണ്ട് പല സ്ഥലത്തും എന്നുള്ള. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഓൾ സീസൺ പോർട്ട്ഫോളിയോ വേണമെന്നുണ്ടെങ്കിൽ, ഓൾ സീസൺസ് പോർട്ട്ഫോളിയോ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ സീസൺസിലുള്ള ഡ്രസ്സും നിങ്ങളുടെ പെട്ടിയിലുണ്ടാവും. മൺസൂണിനുള്ളതും വേണം, വിന്ററിനുള്ളതും വേണം, സമ്മറിനുള്ളതും വേണം, ഫെസ്റ്റിവലിനുള്ളതും വേണം. എല്ലാം നിങ്ങളുടെ പെട്ടിയിലും വാർഡ്രോബിലും ഉണ്ടെങ്കിൽ സമയമാകുമ്പോൾ എടുത്ത് ഉപയോഗിച്ചാൽ മാത്രം മതി. അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഈ കാറ്റഗറി ഓഫ് സ്റ്റോക്ക്, അതായത് ഈ 6 കാറ്റഗറി ഓഫ് സ്റ്റോക്സ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സമയത്തും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. അത് മാത്രമല്ല ഒരു എക്കണോമിക് സൈക്കിൾസ് ബാലൻസ് ചെയ്യും. അതായത് ഏതെങ്കിലും ഒരാൾ മോശമായിട്ട് വരികയാണെങ്കിൽ മറ്റേ ആൾ നന്നായിട്ട് പെർഫോം ചെയ്യും. ഇതൊരു ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന സ്റ്റോക്കുകൾ മാത്രം ഉൾപ്പെടുത്തി പോവുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള കാറ്റഗറി. അതിനകത്ത് ഫസ്റ്റ് കാറ്റഗറി അദ്ദേഹം പറയുന്നത് ഫാസ്റ്റ് ഗ്രോവേഴ്സ്. ഫാസ്റ്റ് ഗ്രോവേഴ്സ് വെച്ചാൽ ഒരു ഹൈ ഗ്രോത്ത് കമ്പനികൾ 20 തൊട്ട് 25, ഇതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അത് മേ ബി മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സെഗ്മെന്റിൽ നിന്നായിരിക്കും ഫാസ്റ്റ് ഗ്രോവേഴ്സ് വേണം. കാര്യം ലാർജ് ക്യാപ്പിന് 20-25% ഗ്രോ ചെയ്യാന്നുള്ള ബുദ്ധിമുട്ടാണ്. അതായത് ഈ മേ ബി ഒരു നിഫ്റ്റി നെക്സ്റ്റ്
നിഫ്റ്റി അല്ലെ, നെക്സ്റ്റ് നിഫ്റ്റി 50 കാറ്റഗറി അല്ലെങ്കിൽ ഹയർ മിഡ് ക്യാപ്സ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ്സിലൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോക്ക് വരുന്നത്. ആ 20-25% ഗ്രോ ചെയ്യുന്ന ഒരു കാറ്റഗറി, അതാണ് ഫാസ്റ്റ് ഗ്രോവേഴ്സ് എന്ന് പറയുന്നത്. അവിടെയാണ് ഇപ്പൊ നമ്മുടെ സ്പോട്ട്ലൈറ്റിൽ നമ്മൾ ടിപ്സ് ഇൻഡസ്ട്രീസ് പറഞ്ഞു. അതായത് ഇന്ത്യയുടെ സ്പോട്ടിഫൈ അല്ലേ, അവർ ഹോൾഡ് ചെയ്യണത് ഓരോ സോങ്ങിന്റെ, നിങ്ങൾ കേൾക്കുന്ന യൂട്യൂബിലായാലും സ്പോട്ടിഫൈയിലായാലും ആപ്പിൾ മ്യൂസിക്കിലായാലും ആമസോൺ മ്യൂസിക്കിലായാലും ഗാന, സാവൻ എന്നിങ്ങനെയുള്ള ആപ്പിലൊക്കെ നിങ്ങൾ കാണിക്കുന്ന കോപ്പി റൈറ്റ് ആർക്കുള്ളത്? ടിപ്സിന് കോപ്പി റൈറ്റ് ഉള്ള മ്യൂസിക് നിങ്ങൾ കാണുമ്പോൾ അവർക്ക് റോയൽറ്റി കിട്ടുന്നു, ഫീസ് കിട്ടുന്നു. ടിപ്സ് ഇൻഡസ്ട്രീസ് മൂവിയിലും ഉണ്ട്. ഹൈ ഗ്രോത്ത് കമ്പനിയാണ്. ഇതിന്റെ സ്റ്റോക്കിന്റെ പെർഫോമൻസ് നിങ്ങൾ നോക്കരുത്, ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി നിങ്ങളുടെ മുന്നിൽ വന്നു എന്നുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് അവരുടെ ഓരോ അസറ്റിനുള്ളത്. അത് വേണമെങ്കിൽ നമുക്കൊരു ഫാസ്റ്റ് ഗ്രോവർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ TD പവർ സിസ്റ്റം, നമ്മൾ പറഞ്ഞല്ലോ ഈ ലോകത്ത് ഈ സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ചിപ്പ് ഡേറ്റാ സെന്റർ മാനുഫാക്ചറിംഗിന്റെ അൺഇന്ററപ്റ്റഡ് ആയിട്ടുള്ള പവർ സപ്ലൈ വേണമെന്നുണ്ടെങ്കിൽ നല്ല ഹ്യൂജ് ടർബൈൻ വേണം. ഈ ടർബൈനുകൾ ഏതാണ്ട് 3 കമ്പനികളാണ് ലോകത്ത് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അത് മെയിൻലി നമ്മൾ GE, വെർണോവ, സീമെൻസ് എനർജി, മിറ്റ്സുബിഷി പവറൊക്കെയാണ്. ഈ 3 കമ്പനിക്കും ഈ ടർബൈൻ ഉണ്ടാക്കാൻ വേണ്ടി ജനറേറ്റർ സപ്ലൈ ചെയ്യുന്ന TD പവർ സിസ്റ്റം. TD പവർ സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ജനറേഷൻ, അത് എന്താ പറയുക, ഒരു പവർ സിസ്റ്റം കമ്പനിയാണ്. അതൊരു ഫാസ്റ്റ് ഗ്രോവർ ആണ് എന്നുള്ളതാണ്. ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്, നമ്മൾ പറഞ്ഞു ഈ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സും മൈനിങ് എക്യുപ്മെന്റ്സും ഉണ്ടാക്കുന്ന ഇന്ത്യയുടെ കാറ്റർപില്ലർ എന്ന്. രണ്ടാമത്തെ സ്റ്റാൾ വാട്ട് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. അതായത് സ്റ്റേബിൾ കമ്പനീസ്, കൺസിസ്റ്റന്റ് ഏർണിംഗ്സ്, ഡിവിഡൻഡ് കൂടുതൽ കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ബ്ലൂ സ്റ്റാർ നമ്മൾ പറഞ്ഞല്ലോ, ഡേറ്റാ സെന്ററിന് HVAC അല്ലെങ്കിൽ ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷൻ പ്രോജക്റ്റ് വേണം. അവർ കൺസ്യൂമർ AC-ലും ഉണ്ട്, റെഫ്രിജറേഷനിലും ഉണ്ടെന്നാണ്. 75-year-old ബ്രാൻഡാണ്. വളരെ ഇരുത്തം എന്ന കമ്പനിയാണ് ബ്ലൂ സ്റ്റാർ. അതിനുവേണ്ടി നമുക്ക് വേണമെങ്കിൽ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഹിൻഡ്വെയർ ഹോം ഇന്നോവേഷൻ. ഹിൻഡ്വെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മുടെ അടുക്കളയും നമ്മുടെ വാഷ്റൂംസും ഒക്കെ ബ്യൂട്ടിഫൈ ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈൽ കമ്പനിയാണ്. കിച്ചൺ വെയറും ബാത്ത് വെയറും ഉണ്ട്. ബ്ലൂ ജെറ്റ് ഹെൽത്ത് കെയർ സിസ്റ്റമാണ്, ഡയഗ്നോസ്റ്റിക് സിസ്റ്റം, ഹെൽത്ത് കെയർ സിസ്റ്റം. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ കാറ്റഗറിയിൽ സ്റ്റാൾ വാട്ട് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. മൂന്നാമത് സൈക്ലിക്കൽസ് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഇവർ പെർഫോം ചെയ്യുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഷിപ്പ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ബെനിഫിറ്റ് ഗവൺമെന്റ് കൊടുത്തു എന്ന് പറഞ്ഞു. കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലത്തെ കമ്പനിയൊക്കെ അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യും. പക്ഷേ ഏറ്റവും കൂടുതൽ ഷിപ്പിന്റെ ഓർഡർ കിട്ടണം എപ്പോഴാണ്? ഷിപ്പിംഗ് സൈക്കിൾ നന്നായിട്ട് നിൽക്കുമ്പോഴാണ്. എന്നാൽ ഷിപ്പിംഗ് സൈക്കിൾ മോശമാകുമ്പോൾ കിട്ടുകയില്ല. അപ്പോൾ ഈ പറയുന്ന പോലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് അതിനകത്ത് വരാം. TCA എക്സ്പ്രസ് ലോജിസ്റ്റിക്സ് കമ്പനിയാണ്. ഈ ഫെസ്റ്റിവൽ സീസൺ ഒക്കെ വരുമ്പോൾ നല്ല രീതിയിൽ പെർഫോമൻസ് ഉണ്ടാവും. ചിലപ്പോൾ അല്ലാത്ത സമയത്ത് ഡിം ആയിരിക്കും. അങ്ങനെയുള്ളവർ TCA എക്സ്പ്രസ് ഒരു എന്താ പറയുക സൈക്ലിക്കൽ കമ്പനിയായിട്ട് പറയാം. ലാ ഒപ്പാല, ഈ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഈ നമ്മുടെ വീട്ടിലെ ഡിഷ് വെയർ ഇതുണ്ടല്ലോ, ഈ കട്ട്ലറി ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ് ലാ ഒപ്പാല എന്ന് പറയുന്നത്. ആ കമ്പനി ഈ പറഞ്ഞ പോലെ ഒരു സൈക്ലിക്കൽ ആയിട്ടുള്ള, അതായത് ചില സമയങ്ങൾ ഫെസ്റ്റീവ് സീസണിലൊക്കെയാണ് അതിന്റെ ബിസിനസ് വരുന്നത്. നാലാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അസറ്റ് പ്ലേ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് ഹിഡൻ അസറ്റ്സ് ഉണ്ട്, ബ്രാൻഡ്സ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. ബോംബെ ബർമ ട്രേഡിംഗ് കമ്പനി, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിന്റെ ഒരുപാട് ഷെയർസ് അവരുടെ കയ്യിലുണ്ടെന്ന്. അഞ്ചാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ടേൺ അറൗണ്ട്സ്, അതായത് കം ബാക്ക് സ്റ്റോറീസ്. ക്വാളിറ്റി കമ്പനീസ് ഏതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് നെഗറ്റീവായിട്ട് കിടക്കായിരിക്കും. ഇപ്പം നമ്മൾ ടാറ്റ മോട്ടോഴ്സ് ഒക്കെ പറഞ്ഞില്ലേ, JLRന്റെ ഇഷ്യൂ കാരണം ഇപ്പം മോശമായി കിടക്കുന്നത് തിരിഞ്ഞു വന്നേക്കാം എന്നുള്ളതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് സ്ലോ ഗ്രോവേഴ്സ് എന്ന് പറഞ്ഞാൽ മെച്യൂർ ആയിട്ടുള്ള ബിസിനസ്, നല്ല ഡിവിഡൻഡ് പ്ലേയേഴ്സ് ആണ്. അവർ വലുതായിട്ടൊന്നും മൂവ് ചെയ്യില്ല, ഒരു സ്റ്റെബിലിറ്റി തരും പോർട്ട്ഫോളിയോയിൽ. ഇപ്പം നമ്മൾ കോൾ ഇന്ത്യ, ONGC, ITC, SRF ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ കമ്പനികളൊക്കെ ആ ഒരു കാറ്റഗറിയിലേക്ക് വരാം. അപ്പോൾ ഈ 6 കാറ്റഗറി സ്റ്റോക്സ് ആണ് ഒരു പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരു കാർഡിനൽ ട്രൂത്ത് അല്ല, ഇതൊരു ഗൈഡ് മാത്രമാണ്. ഇതൊരു പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നലത്തെ ദീപാവലിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഒരു സ്പോട്ട്ലൈറ്റ് ഇവിടെ അവസാനിപ്പിക്കും. ഏതായാലും ഇന്നത്തെ ഓപ്പണിംഗ് അവറിന്റെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടെ കൂടുതൽ സംസാരിച്ചിരിക്കുന്ന സ്റ്റോക്കുകളൊന്നും തന്നെ ഒരു റെക്കമെൻഡേഷനോ അഡ്വൈസോ അല്ല. ഏതായാലും നാളെ മുഹൂർത്ത് ട്രേഡിംഗിൽ സ്പെഷ്യൽ എക്സ്പേർട്ട് പാനൽ ഓഫ് ഗസ്റ്റുമായിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.